വ്രതശുദ്ധിയുടെ നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് സ്മരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ മനുഷ്യജന്മത്തെപ്പറ്റി നോക്കിയാൽ ചിലർ ജനിച്ചാൽ ഉടൻ തന്നെ ഭക്തിയോടുകൂടി ജനിക്കുന്നതായിട്ട് കാണാം, അല്ലേ? അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഈശ്വര കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ട്. ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കാലമൊക്കെ കഴിയുമ്പോൾ അവർ നമ്മളോട് പറയും, എന്താണോ ഈയിടെയായിട്ട് എനിക്ക് പെട്ടെന്ന് ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്, ഞാൻ ഈയിടെയായിട്ടാണ് ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയത് എന്ന് പറയും. ചിലർ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ആയിരിക്കും പെട്ടെന്ന് താല്പര്യം തോന്നുക. ചില ആളുകളെ നമ്മൾ നോക്കിയാലോ, അവരുടെ മരണം വരെ ഈശ്വര കാര്യങ്ങളിലൊന്നും പ്രത്യേക താല്പര്യമൊന്നും കാണിക്കുന്നതായിട്ട് കാണുകയില്ല. അപ്പോൾ ഇതിനൊക്കെ എന്താണ് കാരണം? ഒരാൾ എന്തുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഭക്തിപൂർവ്വം ജനിക്കുന്നു? ചിലർ കുറേ കാലം കഴിയുമ്പോൾ എന്തുകൊണ്ട് ഭക്തിപൂർവ്വം ജനിക്കുന്നു? ഇപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ആദ്യം മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് അവർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ അവരോട് ഈ സസ്യഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ മേന്മയെക്കുറിച്ച് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ആധ്യാത്മിക പാതയിൽ നമ്മളെ അത് മുന്നേറാൻ സഹായിക്കും. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു എന്ന് വെച്ച് നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കില്ല. പക്ഷെ എന്താണ്, ആധ്യാത്മിക പാതയിൽ മുന്നേറാൻ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഈ മൃഗങ്ങളൊന്നും അവരുടെ ആഹാര രീതി മാറ്റാറില്ലല്ലോ. ഇപ്പം നമ്മൾ പുലിയോട് എല്ലാ ദിവസവും രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിക്കുമോ? ഇല്ല. ഇപ്പം മൃഗങ്ങൾ പൊതുവേ അതിൻ്റെ ആഹാര പ്രകൃതി മാറ്റാറില്ല. അതിൻ്റെ പല്ലുകൾ നോക്കിയാൽ നമുക്കറിയാം മാംസഭക്ഷണം വലിച്ചു കീറി കഴിക്കാനുള്ളതാണ്. എന്നാൽ നമ്മളുടെ പല്ല് നോക്കിയാലോ സസ്യഭക്ഷണത്തിന് ഉതകുന്നതാണ്. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ഇതെല്ലാം പലപ്പോഴും കടിച്ചു പറിച്ചൊക്കെ തിന്നുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറഞ്ഞത്, ഈ മൃഗങ്ങൾക്കൊരിക്കലും അവയുടെ ഈ ആഹാരത്തിൻ്റെ പ്രകൃതം മാറ്റാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണ്? ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തുകൊണ്ടും മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചില്ല? ഈ പ്രകൃതം മാറ്റാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയായിരുന്നു എങ്കിൽ നമ്മൾ മാംസഭക്ഷണം കഴിക്കില്ലായിരുന്നു. കേട്ടാൽ ശരിയായിട്ട് തോന്നും, അല്ലേ? ഇതിന് പറയുന്ന പേരാണ് ജാബാല ന്യായം. അതായത് കേൾക്കുമ്പോൾ നമുക്കിതെല്ലാം ശരിയായിട്ട് തോന്നും. ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ദശരഥ മഹാരാജാവിൻ്റെ രാജസഭയിൽ ജാബാലി എന്ന് പറയുന്ന നാസ്തികനായിട്ടുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിക്കുക, നാസ്തികനെ പോലും നമ്മൾ മഹർഷി എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ളവരും രാജ്യസഭയിൽ? നമുക്കറിയാം, ഒരു നിയമസഭയിലെ പ്രതിപക്ഷവും കൂടി വേണം, എന്നാലേ ഭരണപക്ഷം നല്ല രീതിയിൽ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കൂ. ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് ഭരണപക്ഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നാസ്തികനായിട്ടുള്ള ഒരു മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ സഭയിലുണ്ടായിരുന്നു. പിന്നീട് എന്താണ്, ഭരതൻ രാജാവായപ്പോൾ ഭരതൻ ശ്രീരാമനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ ജാബാലി എന്ന് പറയുന്ന മഹർഷിയും ഭരതൻ്റെ കൂടെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ശ്രീരാമനോട് ജാബാലി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ശ്രീരാമൻ തിരിച്ചു വരണം, അല്ലെങ്കിൽ തിരിച്ചു വരുന്നതാണ് ശരി. അതിന് ജാബാലി പറയുന്നത്, ദശരഥ മഹാരാജാവ് ആരുടെ പ്രേരണയാലാണോ അങ്ങേ കാട്ടിലേക്ക് അയച്ചത്, അവർക്ക് അങ്ങിപ്പോൾ തിരിച്ചു വരുന്നതിന് വിരോധമില്ല. കൈയ്യമ്മ, അങ്ങേ ആരാണോ കാട്ടിലേക്ക് അയച്ചത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ദശരഥ മഹാരാജാവ്. ഇപ്പോഴാരാണോ രാജാവ് അവർക്ക് അദ്ദേഹത്തിന് അങ്ങ് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം. ഭരതൻ, അങ്ങ് ആരെയാണോ ഭരിക്കാൻ പോകുന്നത് അവർക്ക് അങ്ങ് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം, പ്രജകൾ. അപ്പം അതുകൊണ്ട് അങ്ങ് തിരിച്ചു വരുന്നതാണ് ശരി. കേട്ടാൽ ശരിയായിട്ട് തോന്നും, അല്ലേ? എല്ലാം ഇതുകൊണ്ടാണ് ഇതിന് ജാബാലി ന്യായം എന്ന് പറയുന്നത്, ജാബാല ന്യായം എന്ന് പറയുന്നത്.
എന്നാൽ ശ്രീരാമൻ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ശ്രീരാമൻ അവിടെ ധർമ്മത്തിൻ്റെ വശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ശ്രീരാമന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ശ്രീരാമൻ തന്നെയാണ് ധർമ്മം, ധർമ്മം തന്നെയാണ് ശ്രീരാമൻ, അല്ലേ? രാമോ വിഗ്രഹവാൻ ധർമ്മ. അതുകൊണ്ട് തന്നെ രാമൻ ഒന്നിനെയും പിന്തുടർന്നു എന്ന് പറയാൻ പറ്റില്ല. രാമൻ തന്നെയാണ് ധർമ്മം. രാമൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതാണ് ധർമ്മം, യാതൊരു സംശയവും ഇല്ല. അപ്പം ഇവിടെ ധർമ്മത്തിന് എങ്ങനെയാണ്, 2 തെറ്റ് വന്നാൽ രണ്ടും സ്വീകരിക്കാതിരിക്കാം. ഒരു ശരിയും ഒരു തെറ്റും വന്നാലോ നമുക്ക് ശരി സ്വീകരിക്കാം. 2 ശരി വന്നാലോ അതിലേറ്റവും മുഖ്യമായിട്ടുള്ളത് വേണം നമ്മൾ എടുക്കാൻ. രണ്ടാമത്തേതിന് അത്ര പ്രാധാന്യമില്ലാത്തതിന് ഗൗണധർമ്മം എന്ന് പറയും. അപ്പം ഇവിടെ ശ്രീരാമൻ പറയുന്നു, ഞാൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷമായിരുന്നു രാജാവ് ദശരഥ മഹാരാജാവ് എന്നോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിരുന്നത് എങ്കിൽ, അതായത് ഈ ദശരഥ മഹാരാജാവ് കുറച്ച് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയോ മാറ്റി നിർത്തിയോ എനിക്ക് രാജാവാകാമായിരുന്നു. എന്നാൽ ദശരഥ മഹാരാജാവ് ശ്രീരാമനോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞത് എപ്പോഴാണ്? യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ള പുത്രധർമ്മമാണ് മുഖ്യമായിട്ടുള്ളത്. പക്ഷേ നമുക്കെപ്പോഴും സംശയമാണ് ശ്രീരാമൻ ചെയ്തത് ശരിയാണോ എന്ന്. കാരണം എന്താണെന്നറിയാമോ? ശ്രീരാമൻ ചെയ്തതുപോലെ ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല, നല്ല കരുത്ത് വേണം. നമ്മളെ കൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ശരിയാണോ. ഒരു ഉദാഹരണത്തിന്, സീതാദേവിയെ കാട്ടിലേക്ക് അയക്കുമ്പോൾ സീതാദേവി ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല എന്നെ കാട്ടിലേക്ക് അയച്ചല്ലോ എന്ന്. നമ്മളാണ് ഇപ്പോഴും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ രാമൻ, ഭർത്താവായിട്ടുള്ള രാമൻ രാജാവായത്, രാജാവിൻ്റെ ഉത്തരവാദിത്വമാണ്, ധർമ്മമാണ് മുഖ്യധർമ്മം. അപ്പം പ്രജകൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടായപ്പോൾ അത് മാറ്റുക എന്നുള്ള രാജധർമ്മം മുഖ്യധർമ്മമാണ്. അതിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള പോംവഴി സീതാദേവിയെ കാട്ടിലേക്ക് അയക്കുക എന്നതായിരുന്നു. എപ്പോഴാണോ ശ്രീരാമൻ്റെ പത്നിയായി സീതാദേവി മാറിയത്, അന്ന് തൊട്ടിത് സീതാദേവിക്കും ബാധകമാണ്. നേരെ മറിച്ച് ഭർത്താവിൻ്റെ ധർമ്മം അവിടെ മുഖ്യധർമ്മമല്ല. അതുകൊണ്ട് തന്നെ സീതാദേവിയെ കാട്ടിലേക്ക് രാജാവായിട്ടുള്ള ശ്രീരാമൻ അയക്കുമ്പോൾ കൊട്ടാരത്തിൽ അന്തഃപുരത്തിനുള്ളിൽ പൊട്ടിക്കരയുന്ന ഭർത്താവായിട്ടുള്ള ശ്രീരാമനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൻ്റെ ദേശത്തിന് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു സമാധാനം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സന്തോഷം അദ്ദേഹം ത്യജിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കാണാറില്ല, അല്ലേ? നമ്മൾ പല രാഷ്ട്രീയക്കാരെ കാണുമ്പോഴെന്താണ്, അവരുടെ കുടുംബം സംരക്ഷിക്കാനായി പലപ്പോഴും ദേശത്തിനെ ഒറ്റിക്കൊടുക്കുന്നത് കണ്ട് ശീലിച്ച് നമുക്ക് ഏതെങ്കിലും ഒരാൾ ദേശത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തിനെ ത്യജിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് സുമന്ത്രരാണ് രഥം ഓടിക്കുന്നത്. ആ സമയത്ത് ദശരഥ മഹാരാജാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രഥം നിർത്താൻ പറയുന്നുണ്ട്. അപ്പം സുമന്ത്രക്ക് ആകെ സംശയം. സുമന്ത്രൻ മന്ത്രിയാണ്. ദശരഥ മഹാരാജാവ് പറയുമ്പോൾ എന്ത് ചെയ്യണം? രാജാവല്ലേ. അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, രാജാവായിട്ടുള്ള ദശരഥൻ എന്നോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഈ കരയുന്നത് അച്ഛനായിട്ടുള്ള ദശരഥനാണ്, അതുകൊണ്ട് രഥം വിട്ടോളൂ എന്ന്. അപ്പോൾ വളരെ സൂക്ഷ്മമാണ് ഈ ധർമ്മത്തിൻ്റെ സ്ഥിതി, വളരെ നേർത്തതാണ്. അപ്പം മുമ്പ് പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും. ഇതാണ് ജാബാല ന്യായം. അപ്പം ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എന്തുകൊണ്ട് ഇങ്ങനെ മൃഗങ്ങളെ പോലെ സൃഷ്ടിച്ചില്ല, പ്രകൃതം മാറ്റാൻ പറ്റാത്ത രീതിയിൽ സൃഷ്ടിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ ശരിയായിട്ട് തോന്നും, അല്ലേ? കാരണം എന്തുകൊണ്ടാ? ഒന്ന്, നമുക്ക് പലർക്കും ഈ പ്രകൃതം മാറ്റാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഈ നോൺ വെജ് കഴിക്കാതിരിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം എന്താണ്, ഈ കുറ്റം ആരുടെയെങ്കിലും തലയിലേക്ക് വെച്ചു കൊടുത്താൽ നമുക്ക് സമാധാനം. അപ്പം നമ്മുടെ കുറ്റമല്ലല്ലോ. ഇനി അത് ഭഗവാന്റെ അടുക്കലേക്ക് വെച്ചു കൊടുത്താലോ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയില്ല. അപ്പം പിന്നെ സമാധാനമുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്
ഈ പ്രകൃതത്തെ മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. അല്ലേ നമ്മളും മൃഗങ്ങളും ഒരേ അവസ്ഥയിലാണ്. ഇപ്പം ഇവിടെ എന്തുകൊണ്ടാണ് സത്സംഗത്തിന് ആന, പുലി, കാട്ടുപോത്ത് ഇവരൊന്നും വരാത്തത്? മനുഷ്യർ മാത്രമല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ ഇപ്പോൾ സത്സംഗത്തിന്, അല്ലേ? എന്തുകൊണ്ടാണ്? അവയ്ക്ക് അവയുടെ പ്രകൃതം ഒരു പരിധിയിൽ കൂടുതൽ മാറ്റാൻ പറ്റില്ല. വിശേഷ ബുദ്ധി എന്നുള്ളത് ഇല്ല. മൃഗങ്ങളെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്നത് മനുഷ്യന് വിശേഷ ബുദ്ധി കൂടുതലായിട്ട് ഉണ്ട്. അപ്പം നമ്മൾ വേറെ ആർക്കും ഇല്ലാത്തൊരു സാധനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേണ്ടേ നമ്മുടെ തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കാൻ. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ഇത് കയ്യിലിരുന്നിട്ട് കാര്യമില്ല. ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കണം. ഈ വിശേഷ ബുദ്ധി എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വിശേഷ ബുദ്ധി എന്താണ് എന്ന് വെച്ചാൽ അനേക സാധ്യതകളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. ഇതാണ് ഡെഫിനിഷൻ പറഞ്ഞാൽ പെട്ടെന്ന് അത്ര മനസ്സിലാവില്ല. അപ്പം അതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്? വീട്ടിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാം, അല്ലേ? ജോലിക്ക് പോകാം, അതോടൊപ്പം വീട്ടിൽ കിടന്നുറങ്ങാം, കൂട്ടുകാരോട് ഫോണിൽ വിളിച്ച് സംസാരിക്കാം, യൂട്യൂബിൽ നല്ല വീഡിയോസ് കാണാം, നല്ല കാര്യങ്ങളൊക്കെ പാചകം ചെയ്യാം, സത്സംഗത്തിന് വരാം. ഇത്രയും സാധ്യതകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഇതിൽ നിന്നും അനേക സാധ്യതകളിൽ നിന്നും നിങ്ങൾ ആലോചിച്ച് തിരഞ്ഞെടുത്തു വരത്തിന് വരാം. ഇത്രയും തീരുമാനിക്കാനുള്ള കഴിവ്, ബുദ്ധി ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. തീരുമാനമെടുക്കുന്നത് വരെ നമ്മളുടെ തന്നെയാണ്. തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ശക്തി ആര് തരണം? ഭഗവാൻ തരണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ? ഇങ്ങോട്ട് വരാനുള്ള ശക്തി ആര് തരണം? ഭഗവാൻ തരണം. പക്ഷെ നമ്മളെന്താ ചെയ്യുക? പലപ്പോഴും ചില കുരുത്തക്കേടൊക്കെ ചെയ്യും. കുരുത്തക്കേട് കാണിച്ചിട്ട് പറയും, എന്നാലും എൻ്റെ ഭഗവാൻ എന്നെ കൊണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യിച്ചത്, അല്ലേ? നല്ല അവാർഡൊക്കെ കിട്ടുമ്പോഴോ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ എനിക്കിത് കിട്ടിയത്. അപ്പോൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മളത് ഭഗവാന്റെ ചുമലിലേക്ക് വയ്ക്കും. നമുക്ക് വലിയ അവാർഡും മേന്മകളും കിട്ടുമ്പോൾ അത് എൻ്റെ തന്നെ അധ്വാനം കൊണ്ടാണെന്ന് പറയും. അങ്ങനെയല്ല. നമ്മൾ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാലും തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. കൊല്ലണോ കൊല്ലണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി ഇൻസ്റ്റോൾ ചെയ്ത് വിട്ടിട്ടിരിക്കുകയാണ് ബ്രഹ്മദേവൻ. തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊല്ലാനുള്ള ശക്തി ആര് തരണം? ഭഗവാൻ തരണം. അപ്പം അതുകൊണ്ട് ആർക്കുമില്ലാത്ത മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് നമുക്കുള്ളൊരു സാധനമാണ് വിശേഷ ബുദ്ധി. ബുദ്ധി എന്നല്ല, വിശേഷ ബുദ്ധി. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എന്തുകൊണ്ട് അനുഷ്ഠിക്കുന്നു? ചിലർക്ക് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ, ക്ഷേത്രത്തിൽ വരാൻ ഭക്തി തോന്നുന്നു. ഇത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ജനനം തൊട്ട് നമ്മളുടെ മോക്ഷം വരെയുള്ള റൂട്ട് പിടികിട്ടണം. അപ്പോൾ ആ റൂട്ടിൽ എവിടെയാണ് ഈ ഭക്തി, ഉപാസന ഒക്കെ വരുന്നതെന്ന് മനസ്സിലാക്കണം, അല്ലേ? ഇനി ജനനം തന്നെ ധാരാളമുണ്ട്, എത്രയോ ജന്മങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ഭക്തിയിലേക്ക് വരുന്നത് ഏത് അവസരത്തിലാണ്? ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ വിശേഷ ബുദ്ധിയുമായിട്ട് ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യനായിരുന്നോ ഇല്ലയോ അറിയാവോ? നമുക്ക് യാതൊരു ഉറപ്പില്ല. പക്ഷേ ചിലർ ജനിക്കുമ്പോൾ തന്നെ ഭക്തിയോടുകൂടി ജനിക്കും. അതിന് കാരണം ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, അടുത്ത ജന്മത്തിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഈ ജന്മങ്ങളിൽ ചെയ്തവയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ജന്മങ്ങളിൽ എന്തെല്ലാം ചെയ്തോ അത് അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ജന്മത്തിൽ തുടരും. അതല്ലാതെ അവിടെ വെച്ച് വെട്ടി ഇല്ലാതെയാക്കില്ല. അപ്പം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? ക്ലോസിങ് ബാലൻസ് ചെയ്തു. അടുത്ത വർഷത്തെ എഴുതുമ്പം അതേ എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാരി ഓവർ ചെയ്തു. ഇതുപോലെ ഈ ജന്മത്തിൽ നമ്മളുടെ ശരീരം വെടിയുമ്പോൾ എന്തെല്ലാം അക്കൗണ്ടിലുണ്ടോ, ചെയ്ത നല്ലത്, ചെയ്ത മോശം. ഭഗവാൻ സത്യസായി ബാബ പറയും, ഓരോരുത്തരും ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്,
ചീത്ത കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടില്ല, കാരണം അതിന് ഒത്തിരി പേജുകൾ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത് സൂക്ഷിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെല്ലാം നല്ലത് ചെയ്തോ എന്തെല്ലാം മോശം ചെയ്തോ അതെല്ലാം അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത ജന്മം. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ധാരാളം ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ആ ഈശ്വര കാര്യങ്ങൾ തുടരാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു ഗൃഹത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ പോയി സ്ഥാനം പിടിക്കും. അങ്ങനെയുള്ളവർ ജനിക്കുമ്പോൾ തന്നെ എന്ത് കാണിക്കും? അവർക്ക് ഭക്തി ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ, ആ പ്രാരബ്ധം തീരുമ്പോൾ ഭക്തി ഉണ്ടാകും. ചിലർക്കോ ഈ ജന്മം മുഴുവൻ ഭക്തി ഉണ്ടാവില്ല. കാരണം എന്താ? ആ ഭക്തി ഉണ്ടാകാനുള്ള സമയം ആയിട്ടില്ല. വാസനാബലം ഇതെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഈ ജന്മം മനുഷ്യനായിട്ട് കിട്ടി, കഴിഞ്ഞ ജന്മം എന്താണെന്ന് ഉറപ്പില്ല. അടുത്ത ജന്മം ഉറപ്പുണ്ടോ? ഹരിനാമകീർത്തനം നോക്കിയാൽ അറിയാം, കയ്യിലിരിപ്പ് അനുസരിച്ച് തേരട്ട, പാറ്റ, പുലി, ആന എന്താണോ ഒരുറപ്പുമില്ല. ഇനി അടുത്ത ജന്മം മനുഷ്യനായാൽ തന്നെ എന്താണ്? എന്തോ ഒരു കഷ്ടപ്പാടാണ്. വീണ്ടും നഴ്സറി പോയി ഈ ഒക്കെ ടീച്ചറിൻ്റെ അടി കൊണ്ട് വീണ്ടും പഠിക്കണം. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 10ാം ക്ലാസ് ആകുമ്പോൾ A+, അല്ലേ? അത് കഴിയുമ്പോഴത്തേക്കും +2 ആയി കഴിയുമ്പം നീറ്റ് വേണോ, JEE വേണോ, എൻജിനീയറിങ്, മെഡിസിൻ. അത് കഴിയുമ്പോൾ പ്രേമം, ബ്രേക്കപ്പ്, അല്ല ഇന്നത്തെ കുട്ടികളുടെ ഭാഷ ഇതല്ലേ. അതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കല്യാണം നടക്കുന്നില്ല, കല്യാണം നടന്നാൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല, വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽപ്പെട്ട ഉഴലണം. അപ്പം എന്ത് വേണം? ബുദ്ധി ഉപയോഗിച്ച് വലിയ കുഴപ്പമില്ലാതെ ഈ ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മനുഷ്യജന്മം കൊണ്ട് സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് സാക്ഷാത്കരിക്കണം. മനുഷ്യജന്മത്തിൽ നമുക്കെന്താണ്? ആ ഈശ്വരനുമായിട്ട് ചേരുക, അല്ലേ? മോക്ഷം. ആ എവിടെ നിന്നാണോ വരുന്നത് അവിടേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുന്നത്. മോക്ഷം കിട്ടുമോ, അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മളുടെ പരമമായിട്ടുള്ള, അല്ലേ? മോക്ഷം പോലും ആഗ്രഹിക്കരുത്, അതും ഒരു ആഗ്രഹമാണെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. എങ്കിലും നമ്മൾ നല്ലൊരു ജീവിതം, മനുഷ്യജന്മം അടുത്ത ജന്മത്തിനെ പറ്റി ഉറപ്പില്ലാത്തത് കൊണ്ട് ഈ ജന്മത്തിൽ എന്തെല്ലാമാണോ ആചാര്യന്മാർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ചെയ്യണം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചു. മനുഷ്യനായിട്ട് ജനിച്ചാൽ മനുഷ്യൻ ഈശ്വരപാതയിൽ മുന്നേറാൻ ധാർമ്മികമായി എങ്ങനെ മുന്നേറണോ അതിനുള്ള ഉപദേശങ്ങൾ വേദത്തിൽ ഉണ്ട്. കാരണം വേദം മനുഷ്യനുള്ളതാണ്. ഇത് ആദിശങ്കരാചാര്യരും മറ്റു പല ആചാര്യന്മാരുമായി തർക്കമുണ്ടായിട്ടുള്ളതാണ്, സംവാദമുണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വേദത്തിലുള്ളത് വിശേഷ ബുദ്ധിയുള്ളവർക്കാണ്. രാവിലെ പുലിയോട് എഴുന്നേറ്റ് സന്ധ്യാവന്ദനം ചെയ്യാനും, അല്ലേ, 108 ഗായത്രി ജപിക്കാനും ഒക്കെ പറയാൻ പറ്റുമോ? ഇല്ല. മൃഗങ്ങൾക്ക് അവയുടെ മുന്നിൽ വരുന്ന സാധ്യത അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതേ പറ്റൂ. അനേക സാധ്യതകളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. അപ്പം വേദം മനുഷ്യന് ഉള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യൻ്റെ ധർമ്മം ജനിച്ചാൽ ജനിച്ചതുപോലെ ഇരുന്നാൽ പോരാ. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്, സംസ്കരിക്കപ്പെടുക. നമ്മൾ എന്ത് ചെയ്യണം? ജനിച്ചാൽ എന്ത് വേണം? ശരിയേത് തെറ്റേത് എന്നെല്ലാം മനസ്സിലാക്കി മുന്നേറി ഒരു പരിപൂർണ വ്യക്തിയാകാനുള്ള പരിശ്രമം നടത്തണം. ധർമ്മം എന്താണ്, ധാർമ്മികമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആദ്യം മനുഷ്യനായിട്ട് ജനിച്ചു, വിശേഷ ബുദ്ധിയോടുകൂടി ജനിച്ചു. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കണം, അല്ലേ? ബുദ്ധിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കണം? ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്, അല്ലേ? നിശ്ചയാത്മിക ബുദ്ധി ചഞ്ചലാത്മിക മനഃ. ബുദ്ധി അനുസരിച്ച് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. ബുദ്ധി നമ്മുടെ സുഹൃത്താണ്, മനസ്സ് നമ്മളുടെ ശത്രുവാണ്. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സ് പലയിടത്തും പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ പുറകെ പോയാലോ
ബുദ്ധി പറയും ദേ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് തിരിക്കരുത്, ദേ വണ്ടി വരുന്നു, അല്ലേ? ബുദ്ധി നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ആ കുറേ കുതിരകളൊക്കെ ഇല്ലേ, ഈ കുതിരകളെ ഇന്ദ്രിയങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. കടിഞ്ഞാൺ എന്താണ്? കടിഞ്ഞാണാണ് മനസ്സ്. ഈ കടിഞ്ഞാണിന് പിടിയില്ലെങ്കിലോ കുതിര എങ്ങോട്ടെങ്കിലും പോകും, ഇഷ്ടമുള്ളിടത്തേക്ക്. കുതിരയ്ക്ക് എന്താ ഇഷ്ടം? കുതിരയ്ക്ക് പണിയെടുക്കാനൊന്നും ഇഷ്ടമില്ല, എന്തെങ്കിലും തോന്നിയ പോലെ മേയാനാണ് കുതിരയ്ക്ക് ഇഷ്ടം. ഇപ്പം ഇന്ദ്രിയങ്ങളെ ആ വഴിക്ക് വിട്ടാൽ അത് തോന്നിയ പോലെ മേഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇന്ദ്രിയങ്ങൾ ആ കടിഞ്ഞാൺ വെച്ച് ഒരു വശത്ത് ബന്ധിച്ചിരിക്കുന്നു. ആ കടിഞ്ഞാൺ മനസ്സാണ്. അതെങ്ങോട്ട് ബന്ധിക്കണം? ബുദ്ധിം തു സാരഥിം വിദ്ധി, അല്ലേ? സാരഥി ആരാണ്? ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി വെച്ച് വേണം നിയന്ത്രിക്കാൻ. ഇപ്പം മൃഗങ്ങളെ നോക്കുക, എല്ലാം ഹൊറിസോണ്ടലായിട്ടാണ് അവ നടക്കുക. നട്ടെല്ല് പൂർണ്ണമായിട്ട് നിവർത്തി ഫുൾ ടൈം നടക്കുന്ന മൃഗങ്ങളില്ല. മനുഷ്യനാണ് നട്ടെല്ല് നിവർത്തി നടക്കുന്ന ജീവി, അല്ലേ? ജന്തു. ജന്തു എന്ന് പറഞ്ഞാൽ ജായതേ ഇത് ജന്തു, ജനിച്ചവയെല്ലാം ജന്തുവാണ്. അതിൽ തന്നെ പറയുന്നു ബുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ അംഗന്യാസ കരന്യാസം ചെയ്യുമ്പോൾ ഋഷയോ സത്യദൃഷ്ടാര എന്നാണ് പറയുന്നത്. സത്യത്തെ ദർശിച്ചവർ എന്ന് പറഞ്ഞ് മൂർധാവിലാണ് പരമമായിട്ടുള്ള അറിവ്, അതിനെ സൂചിപ്പിക്കുന്നത് മൂർധാവിലാണ്. അപ്പോൾ പറയുന്നു ബുദ്ധിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, അത് കഴിഞ്ഞ് ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുക, അത് കഴിഞ്ഞ് വയറിന് പ്രാധാന്യം കൊടുക്കുക, അതിനുശേഷം പ്രത്യുൽപാദന അവയവത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പം അതെങ്ങനെയാണ്? ബുദ്ധി ഉപയോഗിച്ച് വേണം നമ്മൾ സ്നേഹിക്കാനുള്ള ആളിനെ പോലും തിരഞ്ഞെടുക്കാൻ എന്ന് പറയുക. ഹൃദയം കൊണ്ടല്ലേ സ്നേഹിക്കുക. അപ്പം നമ്മൾ ഓഫീസിൽ ഒരു പുതിയൊരു കുട്ടി വന്നു. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ഒരു കൂട്ടുകാരിയായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ പോലും എന്ത് വേണം? ആദ്യം ആ കുട്ടിയെ കുറച്ച് ദിവസം നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ബുദ്ധി കൊണ്ട് ഈ കുട്ടിയുടെ പെരുമാറ്റങ്ങളെല്ലാം മനസ്സിലാക്കി കൂട്ടുകാരിയായി സ്വീകരിക്കാമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. അപ്പം എന്ത് വേണം? അവിടെ ബുദ്ധി കൊണ്ട് തീരുമാനം എടുക്കണം. ഇനി ഈ ബുദ്ധി കൊണ്ട് എങ്ങനെ തീരുമാനം എടുക്കും? ബുദ്ധിക്ക് 2 വശങ്ങളുണ്ട്, സങ്കല്പ വികല്പങ്ങൾ. എപ്പോഴും ഉണ്ട്. പോണോ വേണ്ടയോ, കഴിക്കണോ വേണ്ടയോ, ഉറങ്ങണോ വേണ്ടയോ, അല്ലേ? വഴക്കുണ്ടാക്കണോ വേണ്ടയോ, എപ്പോഴും സങ്കല്പ വികല്പങ്ങളുണ്ട്. ഈ സങ്കല്പ വികല്പങ്ങളിൽ നമ്മളെ സഹായിക്കുന്നവ എന്താണ്? വളരെ വലിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കണം, അല്ലേ? ചെയ്യണോ വേണ്ടയോ, ശബരിമലയിൽ ആചാരം വേണോ വേണ്ടയോ, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പം എന്താണ്? നമ്മളെ പലപ്പോഴും ശരിയായ തീരുമാനം, ധാർമ്മികമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഇതിഹാസ പുരാണങ്ങൾ സഹായിക്കുന്നു. മഹാഭാരതത്തിലില്ലാത്ത കുടുംബ പ്രശ്നങ്ങളോ കുടുംബ ബന്ധങ്ങളോ ഉണ്ടോ എവിടെയെങ്കിലും? അല്ലേ? രാമായണം നമുക്ക് എത്രമാത്രം കുടുംബ ബന്ധങ്ങളെ പറ്റി, സഹോദര ബന്ധത്തിനെ പറ്റി കാണിച്ചു തരും. അപ്പം നമ്മളുടെ മനസ്സിലെ ഏത് ജീവിത പ്രശ്നങ്ങൾക്കും നമ്മളുടെ ആചാര്യന്മാർ ഇതിഹാസ പുരാണങ്ങളിലൂടെ പരിഹാരം തന്നിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത്രയും കാലം പഠിച്ച കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളോ ഇത്രയും കാലം നിങ്ങൾ പഠിച്ച ഫിസിക്സിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും പുസ്തകം എടുത്ത് റെഫർ ചെയ്തിട്ടുണ്ടോ പരിഹാരത്തിനായിട്ട്? ഇല്ല. ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിഹാസ പുരാണങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ധാർമ്മികമായിട്ട് ജീവിക്കാൻ തുടങ്ങും. അപ്പം സ്റ്റെപ്പ് എന്താണ്? ഞാൻ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചുകൊണ്ടിരിക്കുക, റിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കൽ. നമ്മൾ ടീച്ചേഴ്സ് ആകുമ്പം അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പം നമ്മൾ എത്രയോ ജന്മങ്ങളിലൂടെ കടന്നുപോയി മനുഷ്യനായിട്ട് ജനിച്ചു. മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? വിശേഷം ബുദ്ധി, അല്ലേ? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ വിശേഷ ബുദ്ധി ഫ്രീ ആയിട്ട് കിട്ടി. ആ ബുദ്ധിക്ക് സങ്കല്പ വികല്പങ്ങളുണ്ട്. ആ സങ്കല്പ വികല്പങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ ഇതിഹാസ പുരാണങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തെല്ലാമായിരിക്കും? ധാർമ്മികമായിരിക്കും. അതിൽ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശ്രീരാമൻ അത്രയും ഒന്നും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ധനുർവിദ്യയൊക്കെയാണ് കൂടുതൽ പഠിച്ചത്. രാവണനാണെങ്കിൽ അത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് കാര്യമുണ്ടോ? ജീവിതത്തിൽ പ്രയോഗിക്കണം.
അപ്പോൾ ഇതിഹാസ പുരാണങ്ങൾ നോക്കി നമ്മൾ ധാർമ്മികമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ധാർമ്മികമായിട്ട് ജീവിച്ചാൽ ആത്മജ്ഞാനം കിട്ടുമോ? വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ, സ്റ്റെപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ദുശ്ചരിതമില്ലാതെ ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ധാർമ്മികമായിട്ട് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ധാർമ്മികമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. ചിലർ പറയാറുണ്ട്, ഞാൻ ഓഫീസിൽ വളരെ കൃത്യസമയത്ത് തന്നെ പോകാറുണ്ട്, എൻ്റെ ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യാറുണ്ട്, അതുപോലെ ഞാൻ കൈക്കൂലിയൊന്നും മേടിക്കാറില്ല, എൻ്റെ ധർമ്മങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ക്ഷേത്രത്തിലൊന്നും പോകാറില്ല. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഇതിന് കുഴപ്പമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഞാനെന്ന ഭാവം അവിടെ ഉണ്ടെങ്കിലാണ്. ഞാൻ കൈക്കൂലി മേടിക്കാറില്ല, ഞാൻ ഓഫീസിൽ കൃത്യമായിട്ട് പോകുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. ഈ ഞാനെന്നുള്ള ഭാവം അവിടെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ധാർമ്മികമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ആയി എന്നല്ല. ധാർമ്മികമായിട്ട് ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ധാർമ്മികമായിട്ട് ജീവിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞ നല്ല കാര്യങ്ങളല്ലേ ചെയ്യൂ. ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിക്കുക, സ്വീകരിക്കുക, ധാരണം ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതാണ്. ധാർമ്മികമായിട്ട് ജീവിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാകും, അടുത്ത പടിയിലേക്ക് കടക്കും. അപ്പം ധാർമ്മികമായിട്ട് ജീവിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണ് എന്ന് ആചാര്യന്മാർ പറയും. കുശുമ്പ് കുറയുന്നുണ്ടോ, അസൂയ കുറയുന്നുണ്ടോ, അതുപോലെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമ്മളെപ്പോഴും താരതമ്യം ചെയ്യുന്നുണ്ടോ, എല്ലാവരെയും കുറച്ചുകൂടി നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാകുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ധാർമ്മികമായിട്ട് ജീവിച്ചാൽ എന്തിലേക്ക് കടക്കും? ചിത്തശുദ്ധി ഉണ്ടാകും. ചിത്തശുദ്ധി ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു ഉപാസനാ പദ്ധതിയിൽ നമ്മൾ എത്തിച്ചേരും. ഏതെങ്കിലും ഒരു ഉപാസനാ പദ്ധതി. ആ സമയത്തായിരിക്കും അമ്പലത്തിലൂടെ നടന്നു പോകുമ്പോൾ കുറേ ആളുകൾ ഇരുന്ന് നാരായണീയം വായിക്കുന്നത് കാണും. ഇപ്പോൾ കൂട്ടുകാരി ചിലപ്പോൾ പറയും, നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ഒരധ്യായം എൻ്റെ കൂടെ വായിക്കുക. എങ്ങനെയാണ് പറയുന്നത് എന്ന് വിചാരിച്ചിരിക്കും. ഇരിക്കുമ്പോൾ നല്ല രസം, വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നാരായണീയം ഒന്ന് വായിക്കണം തോന്നും. അതൊരു ഉപാസനയാണ് അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ സപ്താഹത്തിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ചിലപ്പോൾ ഒരു വീഡിയോ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ചൊരു മഹാത്മാവിനെ ചിലപ്പോൾ നമസ്കരിക്കേണ്ടി വരും അല്ലേ? നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ആ ദർശനം കൊണ്ട് തന്നെ അതൊരു അനുഗ്രഹമായിട്ട് ഭവിക്കും. എങ്ങനെയെങ്കിലും ഒരു ഉപാസന പദ്ധതിയിൽ എത്തിച്ചേരും. ഏത് ഉപാസന എന്നില്ല. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, പെട്ടെന്ന് ഈ ഇടയായിട്ടാണ് എനിക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം. അപ്പം എന്താണ്? ആ പ്രാരബ്ധം വാസന തീർന്നു, പതുക്കെ അതിലേക്ക് കടക്കാൻ തുടങ്ങി. അപ്പം ഏതെങ്കിലും ഒരു ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ? ജപം അല്ലേ, ധ്യാനം, പ്രാർത്ഥന, ഭജന, ഇതൊക്കെയാണ്. ഇനി ഈ ഉപാസനാ പദ്ധതിയിലേക്ക് വരുന്നത്, ഇപ്പം ഞങ്ങളിവിടെ പ്രഭാഷണം ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രഭാഷണം ചെയ്യുന്നവരാണോ ആളുകളെ മാറ്റുന്നത്? ഒരിക്കലും ഞങ്ങൾക്ക് ആരെയും മാറ്റാൻ സാധിക്കില്ല. എൻ്റെ പ്രാരബ്ധം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ പ്രാരബ്ധം കേൾക്കുക എന്നുള്ളത്. പക്ഷെ കേട്ട എല്ലാവർക്കും മാറ്റം വരുമോ? ഇപ്പോൾ ഒരു കടയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സാധനങ്ങളെല്ലാം വാങ്ങിക്കാമെന്നും പറഞ്ഞ്. എല്ലാവരും മേടിക്കുമോ? എല്ലാവരും മേടിക്കില്ല. നിങ്ങൾക്ക് കയ്യിൽ കാശുണ്ട്, മേടിക്കാൻ ആഗ്രഹം തോന്നി, ആ സമയത്ത് അത് മേടിക്കും. അതായത് നിങ്ങളുടെ സമയം അതിന് പാകമായാൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു വയൽ ഉഴുതിട്ടിരിക്കുകയാണ്, അവിടെ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ അത് കിളുക്കും. അപ്പം നിങ്ങളുടെ പ്രാരബ്ധവും സമയവും റെഡി ആയാൽ മാത്രം. ബോർഡിന് ആരെക്കൊണ്ടും വാങ്ങിപ്പിക്കാൻ സാധിക്കില്ല. ഇതുപോലെയാണ് ഞങ്ങളിവിടെ പ്രഭാഷണം പറയുന്നത്, ഞങ്ങളുടെ പ്രാരബ്ധം. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ പ്രാരബ്ധം. നിങ്ങളുടെ സമയവും പക്വമാകുമ്പോൾ നിങ്ങളിലത്
മാറ്റം വരും അല്ലേ? അപ്പം എന്താണ്, ഏതെങ്കിലും ഒരു ഉപാസന പദ്ധതിയിൽ എത്തിച്ചേരും. ഇനി ആ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഭഗവാന്റെ അടുക്കൽ ഇരിക്കുക. ഇപ്പം വ്രതങ്ങളൊക്കെ അതല്ലേ ഉപവാസം. എന്നാൽ എന്താ? ഭഗവാന്റെ അടുക്കൽ ഇരിക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക. വ്രതങ്ങളൊക്കെ അതാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കാൻ, നമ്മളുടെ ഏകാഗ്രത കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപാസന. അപ്പം ജപിച്ചാൽ നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുമോ? ഇല്ല. ഈ ഓരോ സ്റ്റെപ്പും പറയുമ്പോൾ നമുക്കറിയാം ഇതൊന്നും നമ്മളെ നേരിട്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കില്ല. ഇത് ചെയ്താൽ അടുത്ത സ്റ്റേജിലേക്കാണ് കടക്കുക. അപ്പം ജപം എന്ന് പറയുന്ന ഒരു ഉപാസനയാണ്. വെറുതെ ജപം ചെയ്താൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നടക്കുമോ? ഇല്ല. പതുക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, അത്രമാത്രം. അപ്പം ജപം ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ജപത്തിലൂടെ നമ്മൾ എങ്ങോട്ട് കടക്കും? ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, ഞാനിവിടെ പ്രഭാഷണം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ എല്ലാവരും ഞാൻ പറയുന്നതിലാണോ പൂർണ്ണമായിട്ട് ശ്രദ്ധ? അതിൻ്റെ ഇടയ്ക്ക് പല ചിന്തകൾ പോകുന്നില്ലേ അല്ലേ? ഉച്ചയ്ക്ക് ഇനി വീട്ടിൽ പോയിട്ട് വേണം സിങ്കിലൊക്കെ കിടക്കുന്ന പാത്രമൊക്കെ കഴുകാൻ, അടിച്ചു വാരാനുണ്ട്, അല്ലെ നാളെ ഇന്ന യാത്ര പോകേണ്ടതാണ്, ലഗേജൊക്കെ പാക്ക് ചെയ്യണം അല്ലേ? ഇങ്ങനെ പല കാര്യങ്ങളിലിടയ്ക്ക് നിങ്ങളുടെ ചിന്ത പോകും. സാധാരണ പറയും നൂഡിൽസ് പോലെയാണെന്ന്. നൂഡിൽസ് എങ്ങനെയാണ്? ഒരെണ്ണം എടുത്താൽ അതിൻ്റെ കൂടെ കുറേ ഇങ്ങനെ മാല പോലെ പോരും. അപ്പോൾ ഒരു ചിന്ത വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ചിന്തകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും അടുത്തത് എന്താണ് ചിന്തിക്കുക എന്ന്? ഒരുറപ്പുമില്ല. എന്തൊക്കെയോ റാൻഡമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ചിന്തിക്കുന്നതിന് ഒരു ബന്ധമില്ലാത്തതായിരിക്കും അടുത്തത് ചിന്തിക്കുന്നത്. എന്നാൽ അത്രമാത്രം ബന്ധമില്ലാതെ ചിന്തിക്കാൻ എനിക്ക് പറ്റുമോ? കാരണം എന്താ? ഞാനിവിടെ പ്രഭാഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ മനസ്സിനെ എനിക്ക് തോന്നുന്ന പോലെ വിടാൻ പറ്റുമോ? എനിക്ക് വിഷയത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളൊരു സ്പീഡ് ബോട്ടിൻ്റെ മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ? ഞാൻ അടുത്തത് എന്ത് പറയണം, അടുത്തത് എന്ത് പറയണമെന്ന് എൻ്റെ ബ്രെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും അടുത്ത എന്ത് വാക്കാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഉറപ്പുണ്ടോ? അറിയില്ല അല്ലേ? അതാണല്ലോ കുംഭകർണനൊക്കെ പറ്റിയത് അല്ലേ? ഇന്ദ്രനെ കൊല്ലണമെന്ന് ചോദിച്ചിട്ട് നിദ്ര ചോദിച്ചു, നിദ്രാവത്വം ചോദിച്ച പോലെ. നമ്മൾ ഉദ്ദേശിച്ചാൽ അത് കൃത്യമായിട്ട് വായിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്ത എന്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് ഉറപ്പില്ല. കാരണം എന്താ? അടുത്ത എന്താണ് ചിന്തിക്കുന്നതെന്നും ഉറപ്പില്ല. അപ്പോൾ ഈ ചിന്തയെ നമ്മൾ ഏകാഗ്രമാക്കുന്നതിനാണ് ജപം. ശരിക്കു പറഞ്ഞാൽ എങ്ങനെ വേണം ജപിക്കാൻ? ജപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം തത്വമസി നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് ജപമല്ല, അതൊരു ആശയമാണ്. അത് മനനം ചെയ്യേണ്ടതാണ്. അതിരുന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. ജപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങളെ ആവർത്തിച്ച് ചൊല്ലുന്നതാണ് ജപം. ഈ ജപം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ജപം ചെയ്താൽ ഏകാഗ്രത വർദ്ധിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. അപ്പം ജപം ചെയ്താൽ ഏകാഗ്രത വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ വേണം ജപം ചെയ്യാമെന്ന് ആലോചിക്കുക. ഇപ്പോൾ ഓം നമഃശിവായ ആണ് നമ്മുടെ സാധനാ മന്ത്രം. അപ്പം നമ്മൾ ഓം നമഃശിവായ എന്ന് ജപിച്ചാൽ എന്ത് ചെയ്യണം? ശരിക്കും ഓം നമഃശിവായ ചൊല്ലുമ്പോൾ മഹാദേവൻ്റെ രൂപം മനസ്സിൽ കാണണം. അടുത്ത ഓം നമഃശിവായ ചൊല്ലുമ്പോഴോ വീണ്ടും മഹാദേവൻ്റെ രൂപം മനസ്സിൽ കാണണം. ഇവിടെയുള്ള പ്രത്യേകത, ഒരു വാക്ക് പറയുമ്പോൾ അടുത്ത വാക്ക് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്കറിയാം, അടുത്ത എന്താണ് ചിന്തിക്കാൻ പോകേണ്ടതെന്ന് നമുക്കറിയാം. ഒരുമാതിരി നമുക്ക് ജപം ചെയ്ത് കോൺസെൻട്രേഷൻ തുടങ്ങിയാൽ ഇടയ്ക്ക് മനസ്സെവിടെയെങ്കിലും പോവും. നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചു വലിച്ച് വീണ്ടും മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കും. അപ്പം ഇവിടെയുള്ള പ്രത്യേകത, ജപത്തിൽ എന്താണ്? നമ്മളുടെ ഏകാഗ്രത വർദ്ധിക്കുന്നു. ഒന്നിൽ തന്നെ നമ്മളുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തും. ആചാര്യന്മാർ പറയും, ഈ ഒന്നാമത്തെ ജപവും രണ്ടാമത്തെ ജപവും തമ്മിലുള്ള ഒരു ഇടവേളയുണ്ട്. അവിടെ ചിന്തകൾ ഒഴിഞ്ഞ ഒരവസ്ഥ എത്തും. അതാണ് ശാന്തി എന്നുള്ളത് എന്ന്.
അപ്പോൾ ഈ ജപം നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഏകാഗ്രത വർദ്ധിക്കും. മാത്രമല്ല, പതുക്കെ പതുക്കെ നമ്മൾ ഈ ജപത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകും. ഒരിക്കൽ ദയാനന്ദ സരസ്വതി സ്വാമികളോട് ഒരു വിദേശി ചോദിച്ചു, ഏതെങ്കിലും ഒരു വാക്ക് നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മളെ അതൊരു അതീതമായിട്ടുള്ള അവസ്ഥയിലെത്തിക്കും, ട്രാൻസ് സ്റ്റേറ്റിലെത്തിക്കും. ഇത് സയൻസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 25,000 പ്രാവശ്യം ഒരു വാക്ക് പറഞ്ഞാൽ നമ്മളെ അതൊരു അതീതമായിട്ടുള്ള അവസ്ഥയിലെത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രാമ 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 എന്ന് ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഡ്രിങ് 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 എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാൽ പോരെ എന്ന്. ഡ്രിങ് അതൊരു വാക്കല്ലേ, ഡ്രിങ് ഡ്രിങ് എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാൽ പോരെ. അപ്പം സ്വാമിജി പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം 25,000 പ്രാവശ്യം നമ്മളൊരു വാക്ക് ചൊല്ലണമെങ്കിൽ എത്ര മണിക്കൂർ ചെലവഴിക്കണം? ഇങ്ങനെ ഒരു 6 മാസം ഒരാൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയമാണ് അദ്ദേഹം ഇതിനു വേണ്ടി ചിലവാക്കുന്നത്, അല്ലേ? കുറേ കഴിയുമ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങും, ഈ ഡ്രിങ് ഡ്രിങ് ഡ്രിങ്ങിൻ്റെ അർത്ഥം എന്താണ്? അത് ബുദ്ധിഭ്രമത്തിലായിരിക്കും അദ്ദേഹത്തെ എത്തിക്കുക. നേരെ മറിച്ച് രാമ 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 ചൊല്ലുന്നവൻ എത്തിച്ചേരുന്നത് രാമതത്വത്തിലായിരിക്കും. രാമൻ്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. നാരായണീയം ആദ്യം ശ്ലോകങ്ങൾ പഠിക്കും. പഠിച്ചു കഴിയുമ്പോൾ എന്താണ്, ചില സമയത്ത് ഇതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കാൻ തോന്നും. അതുപോലെ രാമരാമ നിരന്തരമായി ചൊല്ലുമ്പോൾ രാമതത്വത്തിലേക്കുള്ള പാത അവിടെ തുറക്കപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജപത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജപം കൂടുതലായിട്ട് ചെയ്താൽ എന്ത് വർദ്ധിക്കും? ഏകാഗ്രത. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികളോടൊക്കെ ധാരാളം ജപിക്കണം എന്ന് കുട്ടിക്കാലത്തിരുന്ന് പറയുന്നത്, അല്ലേ? ഒന്ന്, ആ ഒരു ഭക്തിയൊക്കെ വരും ശീലിപ്പിച്ചാൽ. 2, ഏകാഗ്രത വർദ്ധിക്കും. ഇന്ന് ക്ലാസ്സിൽ കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ 2 മിനിറ്റാണെന്നാണ് പറയുക. ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കാനുള്ള, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം 2 മിനിറ്റേ ഉള്ളൂ. പോയി അറ്റൻഡൻസ് എടുക്കുന്നതിനുള്ളിൽ കുട്ടികളുടെ ശ്രദ്ധ പോകും. നേരെ മറിച്ച് നമ്മൾ കുട്ടികളോട് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ഒരു രൂപം, പ്രതിമ അവിടെ വെച്ചിട്ട് ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് 1, 3 നാരായണായ ചൊല്ലാൻ പറഞ്ഞാൽ എന്തു വരും? ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുട്ടൻ ഒരു 18 പ്രാവശ്യം, ഒരു 108 പ്രാവശ്യം ജപിക്കൂ കേട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടി അത് ശീലിക്കും. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിക്കാൻ ഇത് കാരണമാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പലപ്പോഴും ഇതൊന്നും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മളെ ജപം എവിടെ എത്തിക്കും? ഏകാഗ്രതയിൽ എത്തിക്കും. അപ്പം ആദ്യം തൊട്ട് ഒന്നുകൂടി പറയാം. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞ് നമ്മൾ വിശേഷ ബുദ്ധി ഉള്ള ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. വിശേഷ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ധർമ്മം ഏത്, അധർമ്മം, എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. കാരണം എന്തുകൊണ്ടാ? ഈ ബുദ്ധി മാത്രമാണോ മനുഷ്യനുള്ളത്? ഇപ്പം വിശേഷ ബുദ്ധിയോട് ജനിച്ചാലും എല്ലാവരും ധർമ്മിഷ്ഠരായിട്ടാണോ ജീവിക്കണത്? കാരണം മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ട്. ഏതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നോ അത് വളരും. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം തീരുമാനിച്ചാൽ അങ്ങനെ. അപ്പം എല്ലാവരും ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കുന്നു എന്നൊന്നുമില്ല. എങ്കിലും നമ്മൾ പറയുകയാണ്, ഇതിഹാസ പുരാണങ്ങളൊക്കെ വായിച്ച് നമ്മൾ ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കാൻ തുടങ്ങി. ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാകും? അടുത്ത സ്റ്റേജ് എന്തായിരുന്നു? ചിത്തശുദ്ധി ഉണ്ടാവും, അല്ലേ? ചിത്തശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ട്? ഏതെങ്കിലും ഒരു ഉപാസനാ പദ്ധതിയിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കും, അല്ലേ? അതായത് നൂല് ഈ കൂർപ്പിക്കുന്ന പരിപാടിയാണ് ഉപാസന എന്ന് പറഞ്ഞത്. നൂല് നല്ലപോലെ സൂചി കൂടെ കേട്ടണമെങ്കിൽ നമുക്ക് നല്ല ഏകാഗ്രത വേണ്ടേ? അപ്പോൾ ഉപാസന എന്ന് പറഞ്ഞാൽ അതാണ്, ബുദ്ധിയെ കൂർപ്പിക്കുന്ന പ്രക്രിയ. നമുക്ക് ആർക്കും പുതിയ ബുദ്ധിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിയെ ഷാർപ്പൻ ചെയ്യാനേ പറ്റും, കൂടുതൽ ഏകാഗ്രമാകാൻ പറ്റും. അപ്പം നമ്മൾ എന്താണ്, ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ ഉപാസനയിലെത്തും. ഉപാസന ജപമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഏകാഗ്രത കൂടുന്നു.
ഈ ഏകാഗ്രത ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? ഏകാഗ്രതയുടെ ആവശ്യം എന്താണ്? ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ അർജുനനെ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വിറച്ചുകൊണ്ട് അർജുനൻ പറയുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, ഈ രൂപം എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന, സ്നേഹിക്കാൻ പറ്റുന്ന ആ പഴയ രൂപത്തിലേക്കൊന്ന് അങ്ങ് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പഴയ രൂപത്തിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, അർജുന, ആ വിശ്വരൂപമില്ലേ, ആ രൂപം അത്ര പെട്ടെന്നൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. ഒൺലി ത്രൂ സിംഗിൾ മൈൻഡഡ് ഡിവോഷൻ, ഏകാഗ്രമായിട്ടുള്ള ഭക്തി കൊണ്ടേ ഭഗവാന്റെ മഹിമ, വിശ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പം എന്താ വേണ്ടത്? ഭക്തി പോരാ, ഏകാഗ്രമായിട്ടുള്ള ഭക്തി. അടുത്ത അധ്യായം എന്താണ്? 12-ാം അധ്യായം ഭക്തിയോഗം. ആ ഭഗവത്ഗീത കറക്റ്റ് ആ ഓർഡറിലാണ് പോവുക. അപ്പം നമ്മളിൽ പതുക്കെ ഈ ഉപാസന തുടങ്ങുമ്പം ഭക്തി വരും. എങ്ങനെയാണോ അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ അമ്മ സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മളുടെ ഉള്ളിലൊരു ആധ്യാത്മിക ശിശുവിനെ ഭഗവാൻ കൊണ്ടിടും. നമ്മൾ എന്തു ചെയ്യും? ഉപാസന എന്ന് പറയുന്ന ജപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഭജനയിലൂടെയും ഈ ആധ്യാത്മിക ശിശുവിനെ പതുക്കെ വളർത്താൻ തുടങ്ങും. ആധ്യാത്മിക ശിശു വളർന്നു വരുമ്പോൾ കുശുമ്പും അസൂയയും നമ്മളുടെ ഈഗോ, ഡംഭ്, ഇതെല്ലാം, അഹങ്കാരം എല്ലാം പതുക്കെ കുറയാൻ തുടങ്ങും. അവിടെ എന്ത് സ്ഥാനം പിടിക്കും? സ്നേഹവും ശാന്തിയും സ്ഥാനം പിടിക്കും, അല്ലേ? അപ്പം നമ്മൾ എന്തായി? ആ ഏകാഗ്രമായിട്ടുള്ള ഭക്തിയിൽ മുന്നേറാൻ തുടങ്ങി. ഏകാഗ്രത ഉണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? ഏകാഗ്രത വന്നാൽ നമ്മളുടെ ബ്രെയിൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ബ്രെയിനിൻ്റെ എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടും. ശരിയല്ലേ? ഐൻസ്റ്റീൻ്റെ തലച്ചോറ് തുറന്നു നോക്കിയപ്പോൾ വളരെ കുറച്ച് ശതമാനം മാത്രമേ അത് ഉപയോഗിച്ചിരുന്നുള്ളൂ. എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയില്ല. അപ്പം പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏകാഗ്രത വർദ്ധിക്കണം. വർദ്ധിച്ചാൽ ബ്രെയിനിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ് കൂടും, കൂടുതലായിട്ട് അതുകൊണ്ട് ഫലമുണ്ടാകും. അപ്പം അതുകൊണ്ട് ഏകാഗ്രത വർദ്ധിച്ചാൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം ഐൻസ്റ്റീനോട് പലരും ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരും. അപ്പം ഞാൻ എല്ലാ വേദിയിലും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അപ്പം നമുക്ക് നാളെ പെട്ടെന്ന് ഒരു 1,00,000 രൂപ വേണം. പെട്ടെന്ന് ഓടി നടന്ന് എല്ലാവരോടും ചോദിക്കുവാണോ? നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരുന്നൊന്ന് ആലോചിക്കുക എന്താ വഴി. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ 2-3 പരിഹാരങ്ങൾ വരും. ഇതാരെങ്കിലും എന്ന് പറഞ്ഞതാണോ? നമ്മൾ അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ വെളിപ്പെട്ട് വരും. നമ്മൾ ചിന്തിക്കുന്നത് 1,00,000 രൂപയെ പറ്റിയാണെങ്കിൽ ഋഷീശ്വരന്മാർ ഇതുപോലെ ചിന്തിച്ചത് ഏകാഗ്രമായിട്ട് പ്രപഞ്ചത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാനാണ്. അതിനാണ് തപസ് എന്ന് പറയുന്നത്. നമ്മൾ അവരെ മുനിമാർ എന്ന് പറഞ്ഞു. മൗനത്തെ ആശ്രയിച്ചവർ. ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം മൗനമായിട്ട് ഇരിക്കണം, അല്ലേ? ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, സ്ത്രീകളിൽ ശാസ്ത്രജ്ഞകൾ കുറവാണ്. കാരണം ശാസ്ത്രജ്ഞന്മാർ എന്താണ് പൊതുവേ നമ്മൾ ബുജികൾ എന്നൊക്കെയാണ് അവരെ പറയുക, ബുദ്ധിജീവികൾ. ശാസ്ത്രജ്ഞന്മാരാകണമെങ്കിൽ അവരെപ്പോഴും ആ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കണം, അല്ലേ? ചിന്തിക്കണമെങ്കിൽ ആദ്യം ഒന്നും മിണ്ടാതിരിക്കണം. സ്ത്രീകൾക്ക് എവിടെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുക, അല്ലേ? ഭർത്താവിനെ നന്നാക്കണം, കുട്ടികളെ നന്നാക്കണം, എല്ലാ തിരക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് പൊതുവെ സ്ത്രീകളിൽ ശാസ്ത്രജ്ഞകൾ കുറവാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കുട്ടികളിലാണെങ്കിലും അധികം സംസാരിക്കാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ പലരും പറയും കുട്ടി ഇൻട്രവേർട്ടാണ്, വിഷമിക്കണ്ട, കുട്ടി കൂടുതൽ ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കും, കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏകാഗ്രതയുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിച്ചാൽ ഇനി അടുത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ചിന്തിച്ചാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുമോ? ഇല്ല. ചിന്തിച്ചാൽ അടുത്ത തലത്തിലേക്ക് കടക്കും. അതായത് നമ്മൾ കുറേ കാലം ഈ ഭക്തിയും സാധനയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തോന്നും, അല്ല ഇതൊക്കെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്യണത്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുക? അപ്പം മനസ്സിലാകും, ഭഗവാന് മാല വെറുതെ ചാർത്തിയാൽ
പോരാ. എന്നിൽ മാറ്റമുണ്ടാകണം, സംസ്കരിക്കപ്പെടണം. ഭഗവാന് നിങ്ങൾ വെറുതെ മാല കൊണ്ട് ചാർത്തിയാൽ അതൊരു ആചാരം, അത് വൈകാരിക തലം. പക്ഷെ നമ്മളപ്പോൾ ചിന്തിക്കും, എൻ്റെ ഹൃദയമാകുന്ന പുഷ്പം ഞാൻ എൻ്റെ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന് മാല ചാർത്തുമ്പോൾ ചിന്തിച്ചാൽ അത് ആധ്യാത്മിക തലം, അത് വൈചാരിക തലം. അപ്പം നമ്മളവിടെ ചിന്തിക്കുന്നില്ലേ? അതായത് നമ്മളുടെ ഏത് കർമ്മങ്ങൾക്കും ഒരു വൈകാരിക തലമുണ്ട്. അതോടൊപ്പം അതിനെ വൈചാരിക തലത്തിലേക്ക് എത്തിക്കണം, ചിന്തിക്കണം. എന്തിനു വേണ്ടി ചിന്തിക്കുന്നു? ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് സമർപ്പിക്കുന്നു. വെറുതെ സമർപ്പിച്ചാൽ അതൊരു ആചാരമാണ്. ആചാരം എപ്പോഴാണ് ആധ്യാത്മികതയാകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നെയ്യും തേങ്ങയൊക്കെ സമർപ്പിക്കുന്നത്? നമുക്കെല്ലായ്പ്പോഴും ഈ ഒട്ടലുള്ളത് ദ്രവ്യങ്ങളോടാണ്. കാറിനോട് താല്പര്യം, അല്ലേ? സാരിയോട് താല്പര്യം, എല്ലാ വസ്തുക്കളോടാണ് നമുക്ക് ഒട്ടൽ. അപ്പം ദ്രവ്യങ്ങളോടാണ്. ആ ദ്രവ്യങ്ങളോടുള്ള ഒട്ടൽ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവയെല്ലാം സമർപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ അഹങ്കാരത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നെയ്യ് ഒഴിക്കുമ്പോൾ ചിന്തിച്ചാൽ അത് വൈചാരിക തലമായി. പട്ടുസാരി നമ്മൾ ഹോമകുണ്ടത്തിലേക്ക് ഇടുന്നു, അല്ലേ? വളരെ വില കൂടിയ ഒരു പട്ടുസാരി ഹോമകുണ്ടത്തിലേക്ക് ഇടണമെങ്കിൽ ആ സ്ത്രീക്ക് എത്ര ഡിറ്റാച്ച്മെൻറ്റ് വേണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം എന്താണ്? അതിനോടുള്ള ആ ഒട്ടൽ പോകാനാണ്. പക്ഷേ അമൃതാനന്ദമയി അമ്മ പറയും അത് വേണമെന്നില്ല, ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുത്താലും മതി, അല്ലേ? കത്തിച്ച് കളയണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല, ഓരോരോ രീതികൾ. അപ്പോൾ നമ്മൾ ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് വെറുതെ ഒഴിക്കുമ്പോൾ അത് ആചാരം. ഇത് എൻ്റെ അഹങ്കാരത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അത് ആധ്യാത്മികം, വൈചാരിക തലം. ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ആഘോഷിക്കുമ്പോൾ അത് വൈകാരിക തലം, അല്ലെങ്കിൽ അതൊരു ആഘോഷം. നേരെ മറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ജന്മത്തിൽ മാത്രമേ എനിക്ക് ആ പരമമായിട്ടുള്ള ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ, ആ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയാൽ എന്താണ്? അതാണ് ആധ്യാത്മികത, വൈചാരിക തലം. എന്നാൽ മൃഗങ്ങൾക്ക് മോക്ഷം ലഭിക്കില്ല എന്നാണോ? ജടായുവിനൊക്കെ കിട്ടി. പക്ഷെ അവിടെ എന്താണ്? ഭഗവാനുമായിട്ട് ചേരുമ്പോഴാണ്. ഭഗവാനുമായിട്ട് ചേർന്നപ്പോൾ ഒരു കുരങ്ങൻ ഹനുമാനായി, ഒരു കാള നന്ദിയായി, ഒരു അസുരൻ പ്രഹ്ലാദനൊക്കെ ആയിട്ട് മാറി. അവിടെയും ആ ഭഗവത് സാമീപ്യം വേണം. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഏകാഗ്ര ബുദ്ധി വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വിചാരം ചെയ്യാൻ തുടങ്ങും, ചിന്തിക്കാൻ തുടങ്ങും. അതാണ് തത്വവിചാരം ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത്. നമ്മളൊക്കെ എന്തിനാണ് ഈ നാരായണീയം വായിക്കുന്നത്? ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അതൊന്ന് വായിച്ചു നോക്കിയാലോ, തത്വം ഒന്ന് മനസ്സിലാക്കിയാലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ആചാര്യന്മാർ പറയും, വളരെ കുട്ടിക്കാലത്തെ കുട്ടികളെ ഭഗവത്ഗീതയൊന്നും പഠിപ്പിക്കരുത്, ശ്ലോകം ചൊല്ലാൻ പഠിപ്പിക്കണം. കാരണം അത് വളരെ ആഴത്തിലുള്ള തത്വമാണ്. ഈ തത്വമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനെ കണ്ടാൽ പറയും, അതവൻ്റെ പ്രാരബ്ധം കൊണ്ട്, പൂർവ്വജന്മകൃതമായിട്ടുള്ള കർമ്മം കൊണ്ട് അവനിങ്ങനെ ഭിക്ഷക്കാരനായതാണ്. ഒരു കരുണ നമ്മുടെ ഉള്ളിൽ തോന്നില്ല. എന്നാൽ അവനൊരു ഭിക്ഷ കൊടുക്കാൻ നമുക്ക് ഭഗവാൻ ഒരു അവസരം തന്നതാണെന്ന് തോന്നില്ല. അപ്പം എന്താണ്? കൂടുതൽ ഈ ഘടകങ്ങളിലൂടെ, ഈ ഓരോ വഴികളിലൂടെ കടന്നു ചെല്ലുമ്പോൾ തത്വവിചാരം പതുക്കെ നമുക്ക് വെളിപ്പെട്ട് വരും, നമ്മുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും. അല്ലെങ്കിൽ ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. തത്വവിചാരത്തിനോട് താല്പര്യം തോന്നും. ആദ്യകാലങ്ങളിൽ നമുക്ക് തത്വം പറഞ്ഞാൽ താല്പര്യം തോന്നുമോ? താല്പര്യം തോന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല, തലയ്ക്ക് മുകളിൽ കൂടെ പോയിന്ന് തോന്നും. അതെന്തുകൊണ്ടാണ്? ഈ സ്റ്റേജിൽ കൂടെ ഒക്കെ കടന്നു പോയാലേ തത്വവിചാരത്തിൽ നമുക്ക് രുചി ഉണ്ടാകുകയുള്ളൂ. അപ്പം അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉപാസന തുടർന്നു കൊണ്ടേയിരിക്കണം. നല്ല കാര്യങ്ങൾ കേൾക്കുക, സത്സംഗം കേൾക്കുക, ജപിക്കുക, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം. പക്ഷെ ചിലർ പറയാറുണ്ട്, എൻ്റെ ടീച്ചർ ഇതൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതിൽ പലതും മറന്നു പോകും, അല്ലേ? വീണ്ടും കേൾക്കണം, 3-4 പ്രാവശ്യമൊക്കെയാണ് കേൾക്കുക. എനിക്കും അറിവില്ലെന്നാണോ വിചാരിക്കുന്നത്? ഞാനും ചിലത് പറഞ്ഞൊക്കെ മറന്നു. ചിലപ്പോൾ കുട്ടികളെ കുഞ്ഞിലെ പഠിപ്പിച്ചത്, അമ്മ ഇത് ഞങ്ങളെ പഠിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മയില്ല ഞാനിത് പഠിപ്പിച്ചതാണ് എന്ന്. പക്ഷെ അവർ കൃത്യമായിട്ട് പറയും. ഇതിന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ഒറ്റ പ്രാവശ്യം കേട്ട് നമുക്ക് മോക്ഷം കിട്ടുകയാണെങ്കിൽ കാര്യം എത്ര എളുപ്പമായിരുന്നു. ഇപ്പം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നത് എന്താണ്?
അത് ശ്രദ്ധയോടെ ശ്രവണം ചെയ്താൽ മോക്ഷം ലഭിക്കും. നമ്മൾ എത്ര സപ്താഹമായി കൂടുന്നു അല്ലേ? നമ്മളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ മോക്ഷം ലഭിച്ച ഒരാളുണ്ട്, അദ്ദേഹമാണ് ദുന്ദുകാരി. ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ആ മോക്ഷം ലഭിക്കുന്നില്ല? നമ്മളുടെ പ്രാരബ്ധം ഇവിടെ കിടപ്പുണ്ട്. ഒറ്റ പ്രാവശ്യം ഭാഗവതം കേട്ട് മോക്ഷം കിട്ടുമെങ്കിൽ ഇത്രയും കാലം ചെയ്ത ഇതൊക്കെ ആരനുഭവിക്കും? എന്നാൽ പിന്നെ ഒരാളെ വന്നിട്ട് വേഗം അങ്ങ് ഭാഗവതം കേട്ടാൽ മതിയല്ലോ. അപ്പം എന്താണ്? ഈ ചെളിയിൽ താമര പൂണ്ട് കിടക്കുന്നത് പോലെ കിടക്കും. സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് സകല സാധ്യതകളും എടുത്ത് പുറത്തു വരും. ആ സമയത്ത് ചെളിയുടെ ഒരു ലാഞ്ചന പോലും അതിൽ കാണില്ല. അതുപോലെ നമ്മൾ ഈ സത്സംഗങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുക, ഭഗവത് കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ പ്രാരബ്ധം തീരുമ്പോൾ എന്താണ്? ഈ അറിവുകളെല്ലാം സകല സാധ്യതകളും എടുത്ത് പുറത്തു വരും. അപ്പം നമുക്ക് തത്വവിചാരം ചെയ്യാൻ തോന്നും. അതുകൊണ്ട് എന്താണ്, ചിലർ ചോദിക്കും, എല്ലായിടത്തും ഈ ഭാഗവതം തന്നെയല്ലേ പറയുന്നത് 1-ാം ദിവസം തൊട്ട് 7-ാം ദിവസം വരെ? പക്ഷെ എന്താണ്, ആവർത്തിച്ചുള്ള ശ്രവണം ആവശ്യമാണ്. ഇപ്പം 10 വയസ്സിൽ നമ്മൾ രാമായണ കഥ വായിച്ചു, അത് തന്നെയായിരിക്കും 20-ാം വയസ്സിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. നമുക്ക് വേറെ പുതിയ ധാരാളം കാര്യങ്ങൾ മനസ്സിലാവും. 30, 40, 50 വയസ്സിലൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ്, ധാരാളം പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം എന്താണ്, ആവർത്തിച്ചിത് പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള പഠനം ആവശ്യമില്ലാത്ത 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന്, എന്തു പറഞ്ഞാലും മനസ്സിലാകാത്തവർ. അവരോടിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിലർ ഈ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ വളരെ കളിയാക്കും. എപ്പം നോക്കിയാലും അമ്പലം വിഴുങ്ങി, അമ്പലം നിരങ്ങി, ഇതേ ജോലിയുള്ളൂ, നാരായണീയം വായന, ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് അവർ നിൽക്കും അല്ലേ? ഒരു തരത്തിൽ അവരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, ഈ ജന്മത്തിൽ മാറുകയില്ല. ഇവരെ പറ്റി ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതായത് 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം. ഇതിൽ ഭഗവാൻ സൃഷ്ടികൾ 3 വിധം, ദൈവീകം, ആസുരികം, രാജസികം എന്ന് പറയുന്നുണ്ട്. ദൈവികമായിട്ടുള്ളവർ കുറച്ച് സത്വഗുണമൊക്കെ ഉണ്ട്, ഈശ്വര കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യമുള്ളവരായിരിക്കും. ആസുരിക ഗുണമുള്ളവരോ, അവർക്കെന്താണ്, എല്ലാം സ്വാർത്ഥതയായിരിക്കും കൂടുതൽ, സ്വന്തം കാര്യമെല്ലാം നേടിയെടുക്കണം. രാക്ഷസികോ, സ്വാർത്ഥത മാത്രമല്ല, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുകയും കൂടി ചെയ്യണം, സ്വഭാവത്തിൻ്റെ അനുസരിച്ചാണ്. അപ്പം ഭഗവാൻ അത് കഴിഞ്ഞ് 16-ാം അധ്യായം എത്തുമ്പോൾ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെത്തും. അവിടെ പക്ഷേ ഭഗവാൻ ദൈവീകം ആസുരികം മാത്രമേ പറയുന്നുള്ളൂ, രാജസികം പറയുന്നില്ലല്ലോ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് മറന്നുപോയതാണോ ഉപദേശിച്ച്? അല്ല. ഈ അധ്യായത്തിൽ ഭഗവാൻ ഒരു മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്, അഭയം തൊട്ടുള്ള ഗുണങ്ങൾ. ഭഗവാൻ പറയുന്നു, രാക്ഷസീയ സ്വഭാവമുള്ളവർക്ക് ഈ ഗുണങ്ങൾ അത്ര മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താലൊന്നും അവർക്ക് മനസ്സിലാവില്ല. ആസുരിക പ്രകൃതിയുള്ളവർക്ക് ശ്രമിച്ചാൽ ദൈവീകമാകാം, പക്ഷേ രാക്ഷസീയ പ്രകൃതിയുള്ളവർക്ക് മര്യാദയ്ക്കൊന്നും പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കില്ല. പിന്നെ എങ്ങനെ കേൾക്കും? അനുഭവമാകുന്ന തീച്ചുകുളയിലൂടെ കടന്നുപോയി അടികിട്ടി പദം വന്ന് അവർ പല ജന്മങ്ങളെടുത്ത് അടുത്ത ആസുരികത്തിലേക്ക് എത്തും, ആസുരികത്തിൽ നിന്നും ദൈവികത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഇവരെ ഒന്നും ഉപദേശിച്ച് നന്നാക്കാൻ പോകരുത് പറഞ്ഞിരിക്കുക. ചിലപ്പോൾ 4-5 ജന്മം കഴിയുമ്പോൾ അവരിതുപോലെ സത്സംഗത്തിനൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം അഹങ്കരിക്കണ്ട. നമ്മളുടെ പൂർവ്വജന്മകൃതമായിട്ടുള്ള കർമ്മം കൊണ്ട് നമുക്ക് ഭഗവത് കഥ കേൾക്കാൻ പറ്റി. ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഭക്തിയോടുകൂടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ ചിന്തിച്ചോളുക, പൂർവ്വജന്മങ്ങളിൽ അത് ധാരാളം സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനിക്കുമ്പോഴേ ആ കുട്ടിക്ക് ഭക്തിയുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആരെയും മാറ്റാൻ നിൽക്കണ്ട, ആരെയും ഉപദേശിക്കാനും നിൽക്കണ്ട. നമുക്കിതുകൊണ്ടാണ് ശാന്തി വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം ചെയ്യാം, എന്നിട്ടും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം സരിത അയ്യർ പറയുന്നത് കൊണ്ടല്ല, ഭഗവത് കഥകൾ കേൾക്കുന്നത് കൊണ്ടല്ലേ. ഞാൻ എപ്പോഴും പറയും, എത്ര അമ്മമാരാണ് വന്ന് സ്നേഹമായിട്ട് സംസാരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്?
ഭഗവത് കഥകളുടെ മഹിമയല്ലേ. ഞാൻ ഭഗവത് കഥ പറയുന്നത് കൊണ്ടല്ലേ ഈ സ്നേഹമുള്ളത്. ഭഗവത് കഥ പറഞ്ഞില്ലെങ്കിലോ? അപ്പോൾ ഒന്നിൻ്റെ വലതുവശത്ത് പൂജ ഇടുമ്പോഴാണ് പൂജ്യത്തിന് വിലയുണ്ടാകുക. ആ ഭഗവത് കഥകൾ പറയുന്നത് കൊണ്ടാണ് ഈ മഹത്വം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാകും, അല്ലേ? എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിക്കാം. പക്ഷെ ഇത് നിൽക്കാൻ ചെമ്പയ്ക്ക് നാദം കൊടുത്തതും നിലപ്പിച്ചതും ഭഗവാൻ. ഈ ശബ്ദം പോകാൻ അധിക നേരമൊന്നും വേണ്ട. അപ്പം ഇതിലൂടെ പ്രവർത്തിക്കുന്നതും ആ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി. ഭഗവത് കഥകൾ കേൾക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് എങ്കിൽ പൂർവജന്മകൃതമായിട്ടുള്ള കർമ്മഫലങ്ങൾ നല്ലത് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റി എന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെയുള്ളവർക്ക് ആവർത്തിച്ചുള്ളത് കേൾക്കണ്ട? ആദിശങ്കരാചാര്യർ പറയുന്നു, ആധ്യാത്മികതയിൽ പുനരുക്തി ദോഷം എന്നില്ല. പുനരുക്തി ദോഷം എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ഭഗവത് കഥകൾ ആവർത്തിച്ച് പറയാം. ഇപ്പം ചിലപ്പോൾ ഇവിടെ യൂട്യൂബിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല പറയുകയാണ്. എന്ത് വേണം? നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. 2 കൂട്ടർക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഒന്ന്, ഈ രാക്ഷസീയ പ്രകൃതിയുള്ളവർ. അവർ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. 2, ചില മഹാത്മാക്കൾ, ആദിശങ്കരാചാര്യരെ പോലെയുള്ള മഹാത്മാക്കൾ. അവർക്ക് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ ആ അറിവ് ഉണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, 8 വയസ്സിൽ തൻ്റെ ഗുരുവായിട്ടുള്ള ഗോവിന്ദ ഭഗവത് പാദരെ കാണുന്നതിനായിട്ട് കുട്ടിശങ്കരൻ ഓംകാരേശ്വറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് തൻ്റെ ഗുരുവായിട്ടുള്ള ഗോവിന്ദ ഭഗവത് പാദരെ കാണുമ്പോൾ ഗുരു ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, നീ ആരാണ്? നമ്മളാണ് എന്ത് പറയും? ഞാനിങ്ങനെ കേരളത്തിൽ കാലടിയിൽ നിന്ന് വരികയാണ്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇതൊക്കെയല്ലേ നമ്മൾ പറയുക. ഈ കുട്ടി എന്താ പറയുന്നത്? ഞാൻ ആ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്, ദാറ്റ് ഇറ്റേണൽ സെൽഫ്, അല്ലെങ്കിൽ അത് തന്നെയാണ് എന്നു സൂചിപ്പിക്കുന്ന നിർവാണ ദശകം ചൊല്ലി. ഒന്ന് ആലോചിച്ച് നോക്കി, 8 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി പറയുകയാണ്, ഞാൻ ഭൂമിയല്ല, ഞാൻ വെള്ളമല്ല, ഞാൻ വായുവല്ല, ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ശിവമാണ്, ആ ബ്രഹ്മമാണ് എന്ന് പറയുകയാണ്, അല്ലേ? ആ നിർവാണ ദശകം തുടങ്ങുന്നത് എങ്ങനെയാണ്? എല്ലാം നാ പറഞ്ഞുകൊണ്ടാണ്. ന ഭൂമിർന തോയം ന തേജോ ന വായുർ. കണ്ടോ? എല്ലാം നെഗേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഓരോ 4ാമത്തെ വരിയോ, തദേകോ വശിഷ്ട ശിവ കേവലോഹം, ആ ശിവം തന്നെയാണ് ഞാൻ എന്ന് പറയുകയാണ്. ഇത് 8 വയസ്സിൽ നടന്ന സംഭവം. ആചാര്യർ എത്ര കാലം ജീവിച്ചു? 32 വയസ്സ് വരെ ജീവിച്ചു. 32ാം വയസ്സിൽ തൻ്റെ ശരീരം വെടിയാൻ പോകുന്ന സമയത്ത് ശിഷ്യരെല്ലാവരും വന്ന് പറഞ്ഞു, ഇത്രയും കാലം പറഞ്ഞതെല്ലാം ഞങ്ങൾക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാമോ, ഒന്ന് ചുരുക്കി പറഞ്ഞു തരാമോ? അന്ന് ആചാര്യർ പറഞ്ഞു, ഞാൻ അന്ന് ആദ്യം ഗുരുവിനെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, അതല്ലാതെ അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നിർവാണ ഷട്കം ചൊല്ലി. അതും ഇത് തന്നെ, കേട്ടു നോക്കിയാൽ അറിയാം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ. ഞാൻ മൂക്കല്ല, കണ്ണല്ല, അല്ലേ? എല്ലാം പറയാൻ. ഓരോ 4 വരിയുമോ, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ 8 വയസ്സിൽ പറഞ്ഞതും 32ാമത്തെ വയസ്സിൽ പറഞ്ഞതും ഒന്ന് തന്നെ. അദ്ദേഹത്തിൻ്റെ റിയലൈസേഷൻ അത് തന്നെയായിരുന്നു. നമ്മുടെ അവസ്ഥയോ രാവിലെ എന്താ കഴിച്ചതെന്ന് പോലും ഓർമ്മയില്ല, അല്ലേ? അങ്ങനെയുള്ള നമ്മളെന്ത് വേണം? ആവർത്തിച്ച് ഭഗവത് കഥകൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് തത്വവിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കും. ശ്രീമദ് ഭാഗവതത്തിൽ 11ാം സ്കന്ധം തത്വവിചാരമാണ്. ഉദ്ധവരെ പറ്റി പറയുന്ന സമയമാണ്. ഉദ്ധവരെ ബുദ്ധിയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കഥകളിലൂടെയൊക്കെ വന്ന്, എത്ര കഥകളാണ് അതിൽ വരിക, അല്ലേ? അതിലൂടെ എല്ലാം കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടായി, ഏകാഗ്ര ഭക്തിയായി 11ാം സ്കന്ധം എത്തുമ്പോൾ തത്വവിചാരത്തിലേക്ക് നമ്മൾ കിടക്കും. ആ തത്വം നമ്മൾ വിചാരം ചെയ്യും. ആ സമയത്ത് നമുക്ക് ഭഗവത്ഗീതയോടൊക്കെ നല്ല താല്പര്യം തോന്നും. അപ്പോൾ ഭഗവത്ഗീത നോക്കുമ്പോൾ എന്ത് കാണും?
സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എന്ന് വെച്ചാൽ എന്താ? നീ എല്ലാ വഴികളും നിർത്തിയേക്കൂ, എല്ലാ മാർഗങ്ങളും നിർത്തിയേക്കൂ, എന്നിൽ ശരണാഗതി അടയൂ, എന്നിലേക്ക് വരൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറയുന്ന, എന്തെങ്കിലും നിർത്താൻ പറയുന്ന, അല്ലേ? വളരെ പാടാണ്. ഭഗവാൻ ഇത് നന്നായിട്ട്, ഇത് പെട്ടെന്ന് പറ്റുമോ? എല്ലാം നീ ഉപേക്ഷിച്ചേക്കൂ, എന്നിലേക്ക് വന്നേക്കൂ എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അത് നടക്കില്ല. ഭഗവാനും അറിയാം നമ്മളെ കൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ല എന്ന്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? വേറൊരു സത്യത്തിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈശാവാസ്യമിതം സർവം, ദി എൻറ്റയർ യൂണിവേഴ്സ് ഇസ് പെർമിയേറ്റഡ് ബൈ ഗോഡ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുന്നു. എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട്. എല്ലാത്തിലും ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ പിന്നെ വല്ല ഉപേക്ഷിക്കേണ്ടതുണ്ടോ? സന്തോഷമായി, നമുക്ക് ഒന്നും ഉപേക്ഷിക്കണ്ടല്ലോ. ഈ ഉപേക്ഷിക്കാൻ പറയുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാത്തിനെയും സ്വീകരിച്ചാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാകും, ഭഗവാനെ നീ തന്നെയാണ് ആ പരബ്രഹ്മം, ആ ചൈതന്യം, എല്ലാത്തിനും ആധാരം. അപ്പം നമ്മൾ ഭഗവാനോട് പറയും, ഭഗവാനെ എൻ്റേതായിട്ടുള്ളതെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയും. അടുത്ത സ്റ്റേജിലേക്ക് തത്വവിചാരം ചെയ്യുമ്പം നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. എൻ്റേതായിട്ടുള്ള എല്ലാം ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു. ഭഗവാൻ ചോദിക്കുന്നു, എൻ്റേതായിട്ടുള്ളത് എന്താ ഉള്ളത്? അല്ലേ? അപ്പോൾ പിന്നെ അടുത്ത ചിന്തയായി, അയ്യോ ശരിയാണല്ലോ, ഇതെല്ലാം ഭഗവാന്റേതാണ്. അപ്പം എൻ്റേതായിട്ടുള്ളത് എന്താണുള്ളത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കും. അപ്പം അവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക. അടുത്ത സ്റ്റേജിൽ എന്താണ്? അത് കാണിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം. ധാരാളം കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ പറയും. കാരണം എന്താണ്? നമ്മൾ ആവർത്തിച്ച് കേൾക്കണം. ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആന ത്രികൂടാചല പർവ്വതത്തിൽ വിഹരിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവായിട്ടുള്ള, അല്ലേ, ഒരു ആന. ഈ ആനയെ എന്തിനാണ് എടുത്തിരിക്കുന്നത്? ഉദാഹരണമായിട്ട് ആനയ്ക്ക് ഏറ്റവും കൂടുതലുള്ളത് തൊലിയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്കെ, ചെവിയില്ലേ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രബലമായിട്ടുള്ളത് തൊലിയാണ്. സ്പർശസുഖം, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ വീഴ്ത്തുന്നത്. ആനയ്ക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? തൊലിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ സുഖഭോഗങ്ങളിൽ അത്രമാത്രം മുഴുകിക്കിടക്കുന്ന നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നതിനായിട്ടാണ് ആന എടുത്തിരിക്കുന്നത്. ആന തമോ ഗുണ പ്രധാനിയാണ്. അതിന് കാരണം ഇതാണ്, ആനയുടെ തൊലിയാണ് ഏറ്റവും ശക്തിയായിട്ടുള്ളത്. അപ്പം ഈ ആന എടുത്തിരിക്കുന്നത് നമ്മുടെ അവസ്ഥ ഇങ്ങനെ കാണിക്കാനാണ്. നമ്മൾ അത്രമാത്രം ഈ സംസാര സാഗരത്തിൽ മുഴുകിക്കിടക്കുകയാണ്, അല്ലേ? ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കില്ലേ, സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗ്രഹീതാംഗം മാമുദ്ധര ഭവാർണവ. ഈ സംസാരമാകുന്ന ഇതിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്, ആ മുതലയിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ വൈചാരിക തലത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ചിന്തിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചരിതം തന്നിരിക്കുകയാണ്. അപ്പം ഈ ഗജേന്ദ്രൻ ത്രികൂടാചല പർവ്വതത്തിൽ മതിച്ച് നടക്കുകയാണ്. ആരൊക്കെ കൂടെയുണ്ട്? കൂട്ടുകാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. സന്തോഷമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഓർത്തോണേ, ഈ ഗജേന്ദ്രൻ നമ്മളാണെന്ന് ഓർത്തോണേ, അത് മറന്നു പോകരുത്. അപ്പം നമ്മൾ ഈ ത്രികൂടാചല പർവ്വതം എന്ന് പറയുന്ന നമ്മളുടെ ഈ സംസാരത്തിൽ, നമ്മളുടെ ഈ ആലപ്പുഴയിലും നമ്മളുടെ ഈ സ്ഥലങ്ങളിലുമായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് മുഴുകി. ആ സമയത്താണ് നല്ല ഒരു നദി കാണുന്നത്. ആ നദിയിൽ പോയി നല്ലപോലെ തിമിർത്ത് വെള്ളമൊക്കെ അടിച്ച് തളിച്ച് ഇങ്ങനെ സന്തോഷിക്കുകയാണ് കൂട്ടുകാരും ഒക്കെ ആയിട്ട്. അപ്പം ഈ നദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പുഴ എന്ന് പറയുന്നത് സുഖഭോഗങ്ങളാണ്. ഈ സുഖഭോഗങ്ങളിൽ കിടന്നാണ് നമ്മൾ തിമിർക്കുന്നത്. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് തിമിർക്കുകയാണ്. ഈ ജലത്തിനടിയിൽ ആരുണ്ട്? ഒരു മുതലയുണ്ട്, അല്ലേ? ഈ മുതല എന്ത് ചെയ്തു? ഗജേന്ദ്രൻ അറിയാത്ത ഒരു നിമിഷത്തിൽ ഗജേന്ദ്രൻ്റെ കാലിൽ കയറി ഒരു പിടുത്തം പിടിച്ചു. ഈ ഗജേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രാരബ്ധമാണ് എന്ന് പറയുക. നമ്മൾ ജനിച്ചപ്പോഴേ കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത് നമ്മളെ കയറി പിടിക്കും. അതാണ്, ശരിയല്ലേ?
നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മളെ ഈ പ്രാരബ്ധം കയറി പിടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? പ്രാരബ്ധം പിടിക്കുമ്പോൾ നമ്മുടെ വിചാരം ഇതെന്നെ കൊണ്ട് മാറ്റാൻ പറ്റും, നമ്മൾ സകല ശക്തി എടുത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. ഗജേന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ ശക്തി മുഴുവൻ എടുത്ത് ഈ മുതലയിൽ നിന്നുള്ള പിടി വിടുവിക്കാൻ നോക്കി. ഭാര്യയും കൂട്ടുകാരും മക്കളും ഒക്കെ സഹായിക്കാൻ വന്നു. നമ്മളെ ഇങ്ങനെയാണ്, നമ്മളൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ ചിലപ്പോൾ എല്ലാവരും നമ്മളെ സഹായിക്കാൻ വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ കൊണ്ട് പറ്റില്ല. സ്വയം ജനന മരണ ചക്രത്തിൽ നിന്നും മോചിതരല്ലാത്തവർക്ക് മറ്റൊരാളെ എങ്ങനെ ജനന മരണ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കാൻ പറ്റും? ആർക്കാണ് രക്ഷിക്കാൻ പറ്റുക? ജനന മരണ ചക്രങ്ങൾക്ക് അതീതനായിട്ടുള്ളവൻ ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും എല്ലാം പോയി. ഗജേന്ദ്രൻ്റെ ശക്തി പതുക്കെ കുറഞ്ഞു വന്നു. ആരുടെ ശക്തി കൂടി? മുതലയാകുന്ന പ്രാരബ്ധത്തിൻ്റെ ശക്തി കൂടി. ഈ സമയം ഗജേന്ദ്രന് മനസ്സിലായി ഇനി തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ സമയത്ത് ഗജേന്ദ്രൻ എന്ത് ചെയ്തു? ഭഗവാനെ വിളിച്ചു. നമ്മളും ഇങ്ങനെയല്ലേ, ആദ്യം എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുന്ന വിചാരിച്ച് നമ്മളെല്ലാം ചെയ്യും. അത് കഴിയുമ്പോഴാണ് മനസ്സിലാകുക ഇതെന്നെ കൊണ്ട് പിടിച്ചാൽ കൂടുന്നതല്ല, കൂട്ടിയാൽ കൂടുന്നതല്ല. ഗജേന്ദ്രൻ എന്ത് ചെയ്തു? ആ പുഴയിൽ നിന്നും ഒരു താമരപ്പൂവ് പറിച്ചെടുത്ത് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനായിട്ട് സമർപ്പിച്ചു അല്ലേ. ഇവിടെ ആ ഗജേന്ദ്രൻ തൻ്റെ എല്ലാ പരിശ്രമവും നിർത്തിവെച്ചിട്ട് ഈ പൂ പറിച്ച് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരിശ്രമം എല്ലാം നിർത്തി എന്നല്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തത്വം മനസ്സിലാക്കണം. തൻ്റെ അഹങ്കാരം, തൻ്റെ ഈഗോ, പ്രൈഡ് ഇതെല്ലാം നിർത്തി തന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നുള്ളത് മാറ്റിവെച്ചു. ഭഗവാനെ സാധിക്കൂന്ന് മനസ്സിലായി. ഭഗവാൻ എന്ത് ചെയ്യാണ്? വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയായിട്ട് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ ആ സമയത്താണ് ഗജേന്ദ്രൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിളി കേൾക്കുന്നത്. ഭഗവാൻ ഒരു പ്രശ്നമുണ്ട്, ശരണാഗതി ഭാവത്തോടെ ആരെങ്കിലും വിളിച്ചാൽ അപ്പം എത്തും. ഭഗവാൻ ലക്ഷ്മി ദേവിയോട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ നിന്നില്ല. തൻ്റെ വസ്ത്രം ഒന്നും നേരെ ഇടാൻ നിന്നില്ല, ആഭരണങ്ങളൊന്നും നേരെ ഇടാൻ നിന്നില്ല പറയുക ഭാഗവത്തിൽ. നേരെ ഗരുഡൻ്റെ പുറത്ത് കയറി പുറപ്പെട്ടു. നേരെ മുന്നിൽ സുദർശന ചക്രം, നേരെ അവിടെ എത്തി സുദർശന ചക്രം കൊണ്ട് മുതലയുടെ കഥ കഴിച്ചു. പതുക്കെ ആ തുമ്പിക്കൈ ഒന്ന് തൊട്ടു, ആ താമരപ്പൂ സമർപ്പിച്ച തുമ്പിക്കൈ തൊട്ടു. അതോടുകൂടി ഗജേന്ദ്രന് മോക്ഷം പ്രാപിച്ചു. അപ്പം ഇവിടെ പറയുകയാണ്, ഗജേന്ദ്രന് ഇവിടെ മുതലയെ കൊന്നപ്പോൾ ഗജേന്ദ്രനെ പ്രാരബ്ധത്തിൽ നിന്നും മാത്രമല്ല ഭഗവാൻ രക്ഷിച്ചത്, ഗജേന്ദ്രന് തന്നെ മോക്ഷം കൊടുത്തു. ഈ ജീവിതമാകുന്ന ജനന മരണ ചക്രങ്ങളിൽ നിന്നുകൂടി രക്ഷിച്ചു. ആചാര്യന്മാർ പറയുകയാണ്, ആ ഒരു മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു താമരപ്പൂ ഇല്ല എപ്പോഴും, അതന്ന് ഗജേന്ദ്രൻ സമർപ്പിച്ച താമരപ്പൂവാണെന്ന്. കാരണം എന്താണ്? ശരണാഗതി ഭാവത്തോടു കൂടി ഒരു ഭക്തൻ സമർപ്പിക്കുന്ന താമരപ്പൂവിന് തുല്യം വേറെ ഒന്ന് ഇല്ല. ഇവിടെ നമ്മളെ എന്താണ് ഇത് മനസ്സിലാക്കി തരുന്നത്? ആന എന്ന് പറയുന്നത് നമ്മളാണ്, ഈ പുഴ എന്ന് പറയുന്നതോ ഈ സംസാരം അല്ലേ, നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ. മുതല എന്ന് പറയുന്നത് പ്രാരബ്ധം അല്ലേ. അപ്പം ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ശരണാഗതി ഭാവത്തിൽ ഭഗവാനെ ആശ്രയിച്ചു. ശരണാഗതി ഭാവത്തിൽ ആശ്രയിച്ചപ്പോൾ എന്തു ചെയ്തു? ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചു അല്ലേ. പക്ഷേ ഭഗവാൻ സത്യസായി ബാബ പറയും, ഞാൻ വളരെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭക്തനെ അന്വേഷിച്ചുകൊണ്ട് ധാരാളം നടന്നു. അവസാനം അത് ഹനുമാനിൽ കണ്ടെത്തി. അതുകൊണ്ട് പുട്ടപർത്തിയിൽ വളരെ വലിയ ഹനുമാൻ സ്വാമിയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞു, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വലിയ ഭക്തനാണെന്ന് തോന്നിയാൽ ഹനുമാൻ സ്വാമിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതിയെന്ന്. പക്ഷെ നമ്മളോട് നിരാശപ്പെടേണ്ട എന്നുകൂടി പറയുകയാണ്. കാരണം എന്താണ്? പശുവിൽ നിന്ന് പശുവിൻകുട്ടി ഉണ്ടാവും, ആട്ടിൻകുട്ടി ഉണ്ടാവുമോ? ഒരിക്കലില്ല. അതുപോലെ ഭഗവാൻ ദിവ്യമാണെങ്കിൽ ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള നമ്മളിലും ആ ദിവ്യതയുണ്ട്. അതൊന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അത് തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ഉള്ളിലെ അഹങ്കാരം ഇതെല്ലാം മാറി അവിടെ സ്നേഹവും പ്രേമവും ഉടലെടുക്കും. ആ സമയത്ത് നമ്മൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും,
അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം മനസ്സിലാകും, മുമ്പ് പറഞ്ഞല്ലോ, ഭഗവാനെ എൻ്റെ എല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്, അതല്ല എന്നെ തന്നെയാണ് സമർപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇതാണ് ശരണാഗതി ഭാവം. ഇതല്ലേ ഗജേന്ദ്രൻ ചെയ്തത്? ഗജേന്ദ്രനെ തന്നെ സമർപ്പിച്ചു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ മഹാബലി ചരിതം നമുക്ക് കാണിച്ചു തരാം. മഹാബലി എന്താ ചെയ്തത്? അവസാനം തൻ്റെ എല്ലാ ഭൗതിക വസ്തുക്കളും ഭൂമിയെല്ലാം കൊടുത്തു, അവസാനം തന്നെ സമർപ്പിച്ചു. ഇതിനാണ് ശരണാഗതി ഭാവം എന്ന് പറയുക. നവധാഭക്തിയിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നമ്മളെ തന്നെ നമ്മൾ ഭഗവാന് സമർപ്പിച്ച പിന്നെ മോക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഭഗവാന്റെ ജോലിയല്ലേ. ഭഗവാനെ നമ്മളെ തന്നെ ഭഗവാന് കൊടുത്താൽ ഭഗവാൻ വേണമെങ്കിൽ മോക്ഷം തരട്ടെ, അതൊക്കെ ഭഗവാന്റെ ഇച്ഛ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങനെയായിരിക്കണം? ഒന്നുകൂടി ആദ്യം തൊട്ട് പറയാം. ഇത് എല്ലാ ആചാര്യന്മാരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്രയോ ജന്മങ്ങൾ കൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ചു. ആ വിശേഷ ബുദ്ധിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ധാർമ്മികമായിട്ട് ജീവിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാകും. ചിത്തശുദ്ധി ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ഉപാസന പദ്ധതിയിൽ നമ്മൾ എത്തിപ്പെടും. ആ ഉപാസന നന്നായിട്ട് ചെയ്താൽ നമുക്ക് ഏകാഗ്രത ഉണ്ടാവും. ഏകാഗ്രത ഉണ്ടായാൽ വിചാരം ചെയ്യാൻ തുടങ്ങും, തത്വവിചാരം ചെയ്യാൻ തുടങ്ങും. തത്വവിചാരം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതും അതിലൂടെ ഭഗവാൻ നമ്മളെ എങ്ങോട്ട് നയിക്കും? ശരണാഗതി ഭാവത്തിലേക്ക് നയിക്കും. ഞാൻ ഈ 1.25 മണിക്കൂർ കൊണ്ട് പറഞ്ഞതാണ് ഭജഗോവിന്ദത്തിൽ ആദിശങ്കരാചാര്യർ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞത്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഒന്ന് ആലോചിച്ച് നോക്കി. സത്സംഗത്വേ, അപ്പം എവിടം തൊട്ടാണ് സത്സംഗം കേൾക്കാൻ തോന്നുന്നത്? ഭക്തി ഉണ്ടാവുമ്പോഴാണ്. അപ്പം ഭക്തിയുടെ അവിടം തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഭക്തി ഉണ്ടാവുമ്പോൾ നിസ്സംഗത്വം. ഭക്തി കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മക്കള്, ഭാര്യ, ഇതൊന്നും വേണ്ടെന്നല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരെയൊക്കെ ഉപേക്ഷിക്കണം എന്നല്ല, പരമമായിട്ടുള്ള ശാന്തി ഇവരിലൂടെ ആയിരിക്കില്ല ലഭിക്കുന്നത്. ഇതിൻ്റെ തിരിച്ചറിവാണ് പ്രധാനം. അപ്പം നമുക്കതിനോട് പരമമായിട്ടുള്ള ശാന്തി ഇതിലൂടെ ലഭിക്കില്ല എന്നുള്ള നിസ്സംഗത്വം വരും. നിസ്സംഗത്വം വന്നാൽ പിന്നെ അതിനോടുള്ള മോഹം ഇല്ലാതെയാവും. നിർമോഹത്വം. നിർമോഹത്വേ നിശ്ചലതത്വം. നിശ്ചലം എന്ന് പറഞ്ഞാൽ തന്നെ ആ ചലനമില്ലാത്തത്, ഏകാഗ്രമായിട്ടുള്ള തത്വം. അപ്പം ആ അനക്കമില്ലാത്ത തത്വത്തിൽ നമ്മുടെ ബുദ്ധി ഉറയ്ക്കും. നിശ്ചല തത്വേ ജീവൻ മുക്തി. അതിൽ തന്നെ അത് ഭഗവാൻ നമ്മളെ എത്തിക്കും. ഇത് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവപ്രസാദ പഞ്ചകം നോക്കിയാൽ കാണാൻ സാധിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ശിവപ്രസാദ പഞ്ചകം എന്ന് പറഞ്ഞാൽ, പഞ്ചകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്തോത്രങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്. 5 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിലാദ്യം മഹാദേവൻ്റെ കുറേ നാമങ്ങളൊക്കെയാണ് പറയുക, ശിവശങ്കര എന്നൊക്കെ. അതായത് ഭക്തിയിൽ തുടങ്ങും. അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് മുക്തിയെ പറ്റിയാണ്, മോക്ഷത്തെ പറ്റി. അപ്പം ഭക്തിയിലൂടെ തുടങ്ങി മുക്തിയിലേക്ക് എത്തുന്ന പാതയാണ് എല്ലാ ആചാര്യന്മാരും നമുക്ക് കാണിച്ചു തരുന്നത്. ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, വാസനയുണ്ട്. ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നോ അതിനനുസരിച്ച് പോകാം. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് വിചാരം ചെയ്ത് മനുഷ്യജന്മം ലഭിച്ചപ്പോൾ തന്നെ ആ മനുഷ്യന് മാത്രം നേടാൻ സാധിക്കുന്ന ആ ഒരു തലത്തിലേക്ക്, ഭഗവാനിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനുള്ള ഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഞാൻ ഈ പ്രഭാഷണം പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മനസ്സിനോട് തന്നെയുള്ള ഓർമ്മപ്പെടുത്തലാണ്, അല്ലേ? ആരെയും ഉപദേശിക്കുകയല്ല. അപ്പം ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ തന്നെ നമ്മളെ ആ പൂർണ്ണ അവതാരമായിട്ടുള്ള ചതുർവിധ പുരുഷാർത്ഥങ്ങളും പൂർണ്ണമായിട്ടുള്ള ഈ ആലപ്പുഴയിലെ ആ തിരുവമ്പാടി കൃഷ്ണൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിലും മനസ്സാ നമസ്കരിക്കുന്നു.